പുതിയ ലോകം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു സമയമാണിത്. കോവിഡ് എന്നുള്ള മഹാമാരി നമുക്ക് എല്ലാവർക്കും ഒരു വലിയ രീതിയിൽ ഒരു ഡിസ്റപ്ഷൻ കൊണ്ടുവന്ന് ഒരു പുതിയ ഒരു ലോക രീതി തന്നെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ബഹുമാനപ്പെട്ട ശ്രീ മൂസ ഹാജി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ഒരുപാട് അവസരങ്ങളും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നുണ്ട്, ഒരുപാട് വിഷമതകളും നമുക്ക് ഉണ്ടായിരുന്നു, അവസരങ്ങളും പ്രദാനം ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നിപ്പോ ഈ ഒരു 4 മാസം 5 മാസം കഴിഞ്ഞ് കോവിഡിനെ കുറിച്ച് പറയുന്നതിൽ നമുക്ക് വലിയ അർത്ഥമില്ല. കാര്യം നമ്മൾ എല്ലാവരും അതിൽ കൂടുതൽ പോയവരാണ്, കുറേയേറെ നമ്മൾ അതിനോട് യൂസ്ഡ് ആണ്. തുടക്കത്തിൽ തന്നെ ശ്രീ മൂസ ഹാജി പറഞ്ഞതുപോലെ അതുമായിട്ട് ജീവിക്കേണ്ടി വരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. ഇതേപോലെ ഒരു പാൻഡമിക് ഒരു 100 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. അന്ന് എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് മാറിയത്? അതിനുശേഷം വളരെ പെട്ടെന്നൊരു പുരോഗതി ലോകത്തുണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് വ്യവസായ ലോകത്തുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അത് എങ്ങനെ ഇനിയുള്ള കാലങ്ങളിൽ വരുന്നു എന്നും എങ്ങനെ ഒരു പുതിയ ബിസിനസ് പാരഡൈം നമ്മുടെ മുമ്പിലേക്ക് വരുന്നു, അത് വ്യവസായത്തിലും വ്യാപാരത്തിലും വരുന്ന ബിസിനസ് പാരഡൈം. ഇത് കോവിഡ് കൊണ്ട് മാത്രമല്ല, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിസ്റപ്ഷനെ അത് എല്ലാ തലത്തിലും, അത് സാങ്കേതിക വിദ്യ കൊണ്ടാവാം, പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ ആയതുകൊണ്ടാവാം, കൾച്ചറൽ ആയിട്ടുള്ള ഷിഫ്റ്റുകൾ കൊണ്ടാവാം, ഇവയെല്ലാം കൊണ്ട് ഒരു ഡിസ്റപ്ഷൻ കുറച്ചു കാലമായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്റപ്ഷനെ കോവിഡ് പോലെ ഒരു മഹാമാരി വളരെ പെട്ടെന്ന് ആക്സലറേറ്റ് ചെയ്തു. ഒരുപക്ഷെ 10 കൊല്ലം കൊണ്ട് വരാവുന്ന മാറ്റങ്ങൾ 5 കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ 3 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ വരുന്ന ഒരു രീതിയിലേക്ക് വരികയുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹ്യൂമൻ ബീയിങ്സ് ആക്ച്വലി എപ്പോഴാണോ ഒരു വിഷമഘട്ടം വരുമ്പോഴാണ് നമ്മുടെ ഏറ്റവും നല്ല എക്സലൻസ് പുറത്തെടുക്കുന്നത്, നമ്മുടെ ഏറ്റവും വലിയ കഴിവ് പുറത്തെടുക്കുന്നത്. അത് ഇന്ന് നമ്മൾ ഓൾറെഡി കാണുന്നുണ്ട്. നേരത്തെ ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്യുവാൻ നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായ സമൂഹങ്ങൾ ഒക്കെ കഴിഞ്ഞു. ഒരൊറ്റ ചെറിയ വെന്റിലേറ്റർ മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന രാജ്യം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 0 PPE കിറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന രാജ്യം വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ അതിലെല്ലാം സ്വയം പര്യാപ്തം നേടി നമ്മൾ കണ്ടതാണ്. നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇതിലേക്ക് മാറുകയൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു മാറ്റത്തിന് നമ്മളെല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയും കുറെ പേരെ മാറുകയും ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് അടുത്ത തലത്തിലേക്ക് പോകുന്നതിന് എന്തെല്ലാം എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നോക്കേണ്ടത്. ഒരു കാര്യമുള്ളത്, അതും എനിക്ക് തോന്നുന്നു ശ്രീ മൂസ ഹാജി തുടക്കത്തിൽ പറഞ്ഞു, ഇത് എല്ലാവരെയും അഫക്ട് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതും വലുതുമായ എല്ലാവരെയും ഒരൊറ്റ ലൈനിലേക്ക് ഇത് കൊണ്ടുവരിക ചെയ്ത്, നമ്മൾക്ക് ചെറിയ കമ്പനി വലിയ കമ്പനി എന്നൊന്നുമില്ല, എല്ലാവരെയും ഒരു ലൈനിൽ കൊണ്ടുവന്നു. ഇനി ആരാണോ എത്രയും പെട്ടെന്ന് ഓടുവാൻ തയ്യാറാവുന്നത്, ആരാണോ മുമ്പിലേക്ക് പോകുന്നത്, അവർക്കായിരിക്കും വളരെ പെട്ടെന്ന് വികസനവും ഗ്രോത്തും കൊണ്ടുവരാൻ കഴിയുക. ആ ഒരു കോണ്ടെക്സ്റ്റ് ആയിരിക്കും നമ്മൾ നോക്കേണ്ടത്. കാരണം there are problems but there are also opportunities. നമ്മളൊരു കഴിഞ്ഞ 100 കൊല്ലത്തിന് മുമ്പുള്ള എടുക്കുകയാണെങ്കിൽ, അന്നത്തെ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും എക്കോണമിക് ഡേറ്റ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ ആദ്യം കാണുന്ന ആ ബ്ലൂ ടൈം ആയിരുന്നു നമ്മുടെ സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന ഇതേപോലെയുള്ള ഒരു പാൻഡമിക് ലോകത്തിന് ഗ്രസിച്ചത്. അന്ന് അത് ഏകദേശം 3 കൊല്ലത്തോളം നീണ്ടു നിന്നു. പക്ഷെ അതിനുശേഷം ഒരു വലിയൊരു വളർച്ചയാണ് ലോകത്തുണ്ടായത്. അതിനുശേഷം പിന്നെ ഒരു ഡീപ്പ് ഡിപ്രഷൻ ഉണ്ടായി, അത് വേറൊരു കാര്യം, അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ്. പക്ഷെ ഒരു പാൻഡമിക് കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഒരു വളർച്ച, വളരെ പെട്ടെന്നൊരു വളർച്ച ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ പോലെ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്, പല സെക്ടറുകളും ഗ്രോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു കീ ആയിട്ട് നമ്മളിപ്പോ പറയുന്ന ഒരു കാര്യം, ഇതൊരു വി മോഡൽ ഗ്രോത്ത് എന്ന് പറയും. അതായത് ഒരു വി പോലെ ഗ്രോ ചെയ്ത് പോകുന്നത്. അതിന് പകരം വി മോഡൽ ഗ്രോത്തിനോടൊപ്പം ഒരു കെ മോഡൽ ഗ്രോത്ത് വരുന്നു എന്നുള്ളൊരു പേടിയുണ്ട്. അതായത് ചില സംരംഭങ്ങൾ, ചില മേഖലകൾ വളരുകയും ആ മേഖലയിൽ തന്നെ ചില വ്യവസായങ്ങൾ വളരുകയും ചില എന്റർപ്രൈസുകൾ വളരുകയും മറ്റും ചില എന്റർപ്രൈസുകൾ വളരാതെ താഴേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊരു ഡേഞ്ചറസ് ആയിട്ടൊരു ട്രെൻഡാണ് കെ മോഡൽ ഗ്രോത്തിൽ. അപ്പൊ അതിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മൾ തമ്മിലുള്ള അന്തരം കൂടി വരും. അപ്പൊ അതിന് പകരം എങ്ങനെ നമുക്ക് എല്ലാവർക്കും ഈ വി മോഡൽ ഗ്രോത്തിലേക്ക് എത്താൻ കഴിയും എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് ചിലത് നാച്ചുറൽ ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഒരു നാച്ചുറൽ ആയിട്ടൊരു ഗ്രോത്ത് തന്നെയുണ്ട്. സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഡിജിറ്റൈസേഷനിൽ ഒരു നാച്ചുറൽ ആയിട്ടൊരു ഗ്രോത്ത് വരുന്നുണ്ട്. പക്ഷെ മറ്റു ചില ടൂറിസം പോലെയുള്ള മേഖലകളിൽ നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ ഇവയൊക്കെ എങ്ങനെ നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസിൽ കൂടി എങ്ങനെ നമുക്ക് തിരിച്ച് പഴയ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെയാണ് ഒരു പുതിയ നോർമലിൽ എങ്ങനെ എക്സൽ ചെയ്യേണ്ടി വരും, എങ്ങനെ എക്സൽ ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടത്. അപ്പൊ അതിന് എന്തൊക്കെയാണ് പുതിയ നോർമലിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്നും നമ്മൾ ആലോചിക്കണം. ഇപ്പൊ 2 ചോദ്യങ്ങൾക്കാണ് നമുക്കിവിടെ ഉത്തരം കണ്ടെത്തേണ്ടത്. നമ്മൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ടാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇന്ന് ഞാൻ എന്റെ ബിസിനസ്സിൽ എന്ത് ചെയ്യണം സോ ദാറ്റ് നെക്സ്റ്റ് നോർമലില് ഞാൻ അതിനെ എക്സൽ ചെയ്യുക. അത് ചിലപ്പോ 2 മാസം കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ടാവാം. ഒരു മാറ്റം വരുമ്പോൾ ഞാൻ അപ്പോഴേക്ക് ഇന്നത്തേക്ക് ഞാൻ എന്ത് തയ്യാറെടുക്കണം എന്നതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത്, അതുവരെ ഞാൻ എങ്ങനെ എന്റെ ബിസിനസ്സിനെ പിടിച്ചു നിർത്തും, അതിനെ ഗ്രോ ഈവൻ ദോ ഇറ്റ് ഇസ് വലിയൊരു ഫാസ്റ്റ് ഗ്രോത്ത് അല്ലെങ്കിൽ പോലും അതിനെ എങ്ങനെ ഫെയിൽ ആവാതെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും, അതിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എങ്ങനെ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് നമ്മൾ ഓരോരുത്തരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് 2ന്റെ ഉത്തരവായിരിക്കണം നമ്മൾ ഇന്ന് ആലോചിച്ച് നമ്മുടെ ഒരു ചർച്ചയിൽ കൂടി കൊണ്ടുവരാനും നോക്കേണ്ടത്. അപ്പൊ അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് മേജർ ആയിട്ട് ലോകത്ത് വരുന്ന മാറ്റങ്ങൾ എന്നതാണ്. കോവിഡ് ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ കോവിഡ് വന്നതോടുകൂടി ഒരു വലിയ മാറ്റം വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, ഒരു നമ്മൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ വ്യാപാര സമൂഹമാണ് ലോകത്തിനെ എല്ലാവരെയും കണക്ട് ചെയ്തിരുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ നൂറ്റാണ്ടിന് മുമ്പേ നമ്മൾ പ്രൊഡക്ഷൻ ഒരു ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിലും ഉണ്ടാവുകയും അവിടെ നിന്നുണ്ടാവുന്ന എക്സസ് പ്രൊഡക്ഷൻസ് ഷിപ്പ് വഴി മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. നമുക്കറിയാം, അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു, ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ യൂറോപ്പിലേക്ക് പോയി, ഇങ്ങനെ ഒരു മേഖല ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് മാൻ മൂവ്മെന്റിന് പകരം ഗുഡ് മൂവ്മെന്റ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ടാണ് ഇതിലൊരു വലിയ മാറ്റം കൊണ്ടുവന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു വലിയ മാറ്റം ഉണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ മൊബിലിറ്റി വളരെ ഫാസ്റ്റായി. ഒരു പക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാസങ്ങളോ ആഴ്ചകളോ കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് മാത്രം പോകാൻ കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് വളരെ പെട്ടെന്ന് ലോകത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങിയത്. മാത്രവുമല്ല, ഇതിന്റെ ഫലമായിട്ട് ഒരു ലാർജ് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. കഴിഞ്ഞ നൂറ്റാണ്ടെന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് സിറ്റികളുടെ ഡെവലപ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് ഒരുപക്ഷെ കോഴിക്കോടിന്റെ കാലിക്കോ ക്ലോത്ത് എന്ന് പറഞ്ഞ ആ ഒരു ഫെയിം പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വലിയ ലാർജ് ടെക്സ്റ്റൈൽ ഫാക്ടറികൾ ഉണ്ടാവുന്ന സ്ഥലങ്ങൾക്കായിരുന്നു ഒരുപക്ഷെ ടെക്സ്റ്റൈലിന് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നതിനേക്കാളുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്നുള്ള പേരിൽ പലപ്പോഴും വിളിക്കാറുള്ളത്. ഇന്ന് വീണ്ടും നമ്മൾ തിരികെ വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ഗ്ലോബലൈസ്ഡ് മൂവ്മെന്റിൽ നിന്ന് നമ്മൾ വീണ്ടും തിരിച്ച് പഴയ സർക്കിളിലേക്ക് വരികയാണ്. നമ്മൾ ഓരോരുത്തരും എങ്ങനെയായിരുന്നോ പ്രീ ഗ്ലോബലൈസേഷൻ വേൾഡിലേക്ക് വന്നിരുന്നത് അതിലേക്ക് ഒരു പരിധി വരെ വരികയാണ്. അതിന് കോവിഡ് ഒരു കാരണം മാത്രമാണ്. കോവിഡ് മാത്രമല്ല കാരണം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ലോകത്തിന്റെ പല ഭാഗത്തും ഇന്നൊരു നാഷണലിസത്തിന്റെയും പ്രൊട്ടക്ഷനിസത്തിന്റെയും ഒരു വേവ് നടക്കുന്നുണ്ട്. അതിപ്പോ അമേരിക്കയിലെ ട്രംപ് ആയാലും, അല്ലെങ്കിൽ ബ്രെക്സിറ്റ് പോലെയുള്ള യൂറോപ്പിലുള്ള മൂവ്മെന്റ് ആയാലും, നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഇൻ ജർമ്മനി ആയാലും, ഒരുപക്ഷെ നിയാക്കാത്ത് മൂവ്മെന്റ് ഇൻ മിഡിൽ ഈസ്റ്റ് ആയാലും, ഇവയെല്ലാം ചെയ്യുന്നത് ഒരു നാഷണലിസത്തിനെ പ്രൊട്ടക്ട് ചെയ്യുകയും പ്രൊഡക്ഷൻ ഒരു ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വരികയും പീപ്പിൾ മൂവ്മെന്റ് പണ്ടുള്ളതിനേക്കാളും കുറച്ചുകൂടി റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെ ഒരു മൂവ്മെന്റ് വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഗ്ലോബലൈസേഷനിൽ നിന്ന് ഒരു ലോക്കലൈസേഷനിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. നമ്മൾ കണ്ട കാര്യമാണ്. നമ്മൾ കോവിഡ് തുടങ്ങിയ കാലത്ത് പെട്ടെന്നൊരു സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ് വന്നു, നമുക്ക് സാധനങ്ങൾ കിട്ടാതായി, നമുക്ക് ലോക്കൽ പ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പ്രത്യേകിച്ച് കേരളം പോലെയുള്ളൊരു സ്ഥലത്ത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് വളരെയധികം സ്കോപ്പ് ഉണ്ട് എന്ന് നമ്മൾ അറിയാമായിരുന്നു. പക്ഷെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ജോബ്സിൽ നിന്ന് മാറി വളരെയധികം ലോക്കൽ ആയിട്ടുള്ള ഉദ്യോഗ സംരംഭങ്ങൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ഒരു അവസരം എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ലോക്കൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ലോക്കൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യം നോക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരും, നമുക്കൊരു 10,000 ടൺ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്ന എക്കോണമീസ് ഓഫ് സ്കെയിൽ എങ്ങനെ നമുക്കൊരു 100 ടൺ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അടുത്ത മാറ്റം. അതാണ് സാങ്കേതിക വിദ്യ കൊണ്ടുവരുന്ന മാറ്റം. കാര്യം അടുത്തൊരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ കൊണ്ടുവന്ന മാറ്റമാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു വളരെയധികം സുഹൃത്തുക്കൾ വ്യാപാരി സമൂഹത്തിൽ നിന്നുള്ളവരാണെന്ന് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഒരു വളരെ സിമ്പിൾ ടൂൾ ലൈക്ക് വാട്സപ്പ്
നമുക്ക് എത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടാക്കി. വളരെ സിമ്പിൾ ആണ് വാട്സപ്പ്. പക്ഷെ വാട്സപ്പും ഇന്റർനെറ്റും എങ്ങനെ നമ്മുടെ വ്യാപാരത്തിനെ മാറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ സാങ്കേതിക വിദ്യ നമുക്കൊരു വലിയ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ജനസമൂഹങ്ങൾ തന്നെ വളരുന്നത്. മാഞ്ചസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കാണ്. മാഞ്ചസ്റ്റർ ഇത്രമാത്രം ഫേമസ് ആയതിന് കാരണം ഒരു ചെറിയ ടൗൺ ആണ്, പക്ഷെ അവിടെ ആയിരുന്നു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. യൂറോപ്പിന്റെ ഒരു അപ്രമാദിത്യം എന്ന് പറയാം. അതിനൊരു വലിയൊരു കാരണം ടെക്സ്റ്റൈൽ ടെക്നോളജി ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ അവർ വളരെയധികം മുമ്പിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ, സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ അമേരിക്കൻ മേഖലയായിരുന്നു മുമ്പിലേക്ക് വന്നത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ ആയിരുന്നു രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഡ്രൈവ് ചെയ്തത്. കമ്പ്യൂട്ടർ റെവല്യൂഷനാണ് ശരിക്കും ചൈനയെയും അമേരിക്കയുടെ ഒപ്പം തന്നെ ചൈനയെയും മുമ്പിലേക്ക് കൊണ്ടുവന്നത്. ഇലക്ട്രോണിക്സ് റെവല്യൂഷനാണ് ചൈനയെ വളരെ മുമ്പിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞത്. അടുത്ത റെവല്യൂഷൻ നമ്മുടെ മുമ്പിലാണ്. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഫ്യൂച്ചർ ടെക്നോളജിയും കൊണ്ടുവരുന്ന ഒരു റെവല്യൂഷൻ. ഇതിനർത്ഥം ഈ ടെക്നോളജിയിലുള്ള കമ്പനികൾ ഉണ്ടാവുന്നുള്ളതല്ല, പക്ഷെ ഈ ടെക്നോളജി എങ്ങനെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, എങ്ങനെ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ ടെക്നോളജീസ് ഉപയോഗിച്ച് നമ്മുടെ ഇന്നത്തെ വ്യാപാരത്തിനെയും വ്യവസായത്തിനെയും അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനത്തെ ഒരു മേജർ ആയിട്ടൊരു ടെക്നോളജിക്കൽ റെവല്യൂഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കാര്യം മാത്രമാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെയുള്ള ടെക്നോളജി വരുന്ന ഒരുപാട് സമയം എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യ വരുന്ന വളരെ ചെറിയ സമയം കൊണ്ടാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കമ്പ്യൂട്ടർ ലോകത്ത് കണ്ടുപിടിച്ച് മേ ബി 30-40 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും അത് ഉപയോഗിച്ചത്. പക്ഷെ ഒരു മൊബൈൽ ഫോൺ ലോകത്ത് വന്നതിന് 5-6 കൊല്ലത്തിനകത്ത് അതെല്ലാം നമ്മൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മളെല്ലാവരും നമ്മുടെ ബിസിനസ്സുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഓരോ പുതിയ സാങ്കേതിക വിദ്യയും വരുമ്പോൾ അതിന്റെ ടെക്നോളജി അഡോപ്ഷൻ ടൈം വളരെ വളരെ കുറവാണ്. അത് നമുക്കൊരു വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ, അതിനു മുമ്പേ വരെ ഒരുപക്ഷെ ഡിജിറ്റലൈസേഷൻ എന്നുള്ള കാര്യം ഒരു കാരണവശാലും ആലോചിച്ചുകൊണ്ടിരുന്ന പല വ്യവസായങ്ങളും വ്യാപാരികളും അവയിലേക്ക് വളരെ പെട്ടെന്ന് വരികയുണ്ടായി. എഡ്യൂക്കേഷൻ വളരെ നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ്. എത്ര പെട്ടെന്നാണ് എഡ്യൂക്കേഷൻ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് വന്നതെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു മാറ്റം. ഇനി ഈ ഒരു മാറ്റത്തിന്റെ ഒരു മേജർ ഇഫക്റ്റ് എന്ന് പറയുന്നത്, എങ്ങനെയാണോ ഇന്റർനെറ്റ് നമുക്ക് മാറ്റങ്ങൾ വരുത്തിയത്, അതിനേക്കാളും അതിന്റെ എത്രയോ 10 മടങ്ങുള്ള ഒരു മാറ്റമായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ ഡിജിറ്റൽ ഫിസിക്കൽ ബയോളജിക്കൽ വേൾഡും കൊണ്ടുവരുന്ന മാറ്റം നമുക്ക് തരാൻ പോകുന്നത്. ഇതിൽ ഒരൊറ്റ എക്സാമ്പിൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പോവാം. ഇതുകൊണ്ടുള്ള വരുന്നത്, ഇത് നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഇത് ഡിസ്റപ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു യന്ത്രം ആണ് ഈ യന്ത്രം എന്ന് പറയുന്നത്, JCB. ഈ JCB ഇല്ലാത്തൊരു കാലത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുക. JCB ഇല്ലാത്തൊരു കാലത്ത് ഒരു JCB ഇന്ന് ചെയ്യുന്ന 1 മണിക്കൂർ പണി ചെയ്യാൻ നമുക്ക് എത്രയോ ആൾക്കാരുടെ ആവശ്യമുണ്ടായിരുന്നു, 100 കണക്കിന് ആൾക്കാരുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഒരു JCB ചെയ്തത് മനുഷ്യന്റെ കായിക ശേഷിയെ അതിന്റെ എത്രയോ 10 മടങ്ങായിട്ട് അത് കൊണ്ടുവരിക ചെയ്ത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതേപോലെ ഒരു JCB യന്ത്രം നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള കഴിവിന്, അല്ലെ ബൗദ്ധികമായിട്ടുള്ള വർക്കിന്, കോഗ്നിറ്റീവ് ലേബർ എന്ന് പറയും, അതായത് ക്ലറിക്കൽ ലേബർ ആവാം, അക്കൗണ്ടിങ് ലേബർ ആവാം, സെയിൽസ് ആവാം, ഇങ്ങനെയുള്ളതിനെ ഇതേപോലെ ഒരു JCB യന്ത്രം വരികയാണെങ്കിൽ അതിന് വരുന്ന ഒരു എഫിഷ്യൻസി ലെവൽ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഇതൊരു തിയറി അല്ല, ഇത് പ്രാക്ടിക്കൽ ആണ്. പല ഷെയർ മാർക്കറ്റുകളും ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ബോട്ടുകളാണ്. പല റിസപ്ഷനിസ്റ്റുകളെയും ഡ്രൈവ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഓർഡറുകൾ എടുക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ബോട്ടുകളാണ്. അപ്പോൾ എങ്ങനെയാണോ കഴിഞ്ഞ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ ഫിസിക്കൽ ലേബറിനെ മെഷീൻസ് മാറ്റിയത്, അതുപോലെ കോഗ്നിറ്റീവ് ലേബറിനെ മെഷീൻസ് മാറ്റുന്ന ഒരു ലോകത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഇത് ഒരു വലിയൊരു പരിധി വരെ നമ്മുടെ ഓവർഹെഡ് കുറയ്ക്കുകയും നമുക്കൊരു പുതിയ തലത്തിലുള്ള പുതിയ രീതിയിലേക്ക് പോകാനുള്ള ഒരു അവസരം പ്രദാനം ചെയ്യുകയും ചെയ്യണം. ഓഫ് കോഴ്സ് ഇറ്റ് ഓൾസോ ഡിസ്റപ്റ്റ് ജോബ്സ്. കുറേയേറെ ജോബുകളെ ഇല്ലാതാക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം തന്നെ ഇതൊരു പുതിയ തലത്തിലേക്ക് വരുവാനുള്ള ഒരു അവസരം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. മൂന്നാമത്തത്, ഒരു വലിയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ കൾച്ചറൽ ആയിട്ടുണ്ടാവുന്നുണ്ട്. ഇത് നെഗറ്റീവ് എന്നുള്ള രീതിയിലല്ല. പലപ്പോഴും നമ്മൾ ഒരു കൾച്ചറൽ ചേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ ഒരു പോസിറ്റീവായ ഒരു കൾച്ചർ ചേഞ്ച് വരുന്നുണ്ട്. അതായത് ഇത് ഒരുപക്ഷെ നിങ്ങൾ കുറെ പേരെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യാൻ കൂടിയിട്ടുണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ട്രസ്റ്റ് ചെയ്യുന്നതിൽ മാറി വ്യക്തികളെ തമ്മിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്.
അതായത് നേരത്തെ നമുക്കൊരു ഒരു ഒരു സെൻട്രലൈസ്ഡ് ട്രസ്റ്റ് ഏജൻസി, ഒരു ഗവൺമെന്റ് ആവാം അല്ലെങ്കിൽ ഒരു ഏജൻസികളായിരുന്നു നമ്മൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി നമ്മളിപ്പോ വ്യക്തികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഒരു ടൂറ് പോവുക എന്ന് വിചാരിക്കുക. ആ ടൂറ് പോകുമ്പോൾ നമുക്കൊരു ഹോട്ടൽ എടുക്കണം. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ആ ഹോട്ടലിന്റെ ബ്രാൻഡ് നോക്കുമായിരുന്നു. അത് എത്ര വലിയ ബ്രാൻഡ് ആണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ബ്രാൻഡിനോടൊപ്പം നമ്മൾ നോക്കുന്നത് റേറ്റിംഗ്സ് ആണ്. പക്ഷെ നമുക്ക് ആർക്കും അറിയില്ല ഈ റേറ്റിംഗ്സ് ആരാ കൊടുത്തതെന്ന്. പക്ഷെ ആ റേറ്റിംഗ്സിനെ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ കാണാത്ത ആരോ കൊടുത്ത റേറ്റിംഗ്സ് ആണ്. ആ റേറ്റിംഗ്സിനെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിന് നമ്മൾ വി സ്റ്റാർട്ടഡ് ബിലീവിങ് ഇൻ ദാറ്റ്. ഇതൊരു വലിയ സ്ട്രെങ്ത് ആണ്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന, ഇന്ത്യയിലല്ല ലോകത്തെല്ലാം നടക്കുന്നതിനകത്ത് ഒരു വലിയ ശതമാനം ഇതുപോലുള്ള ഇന്റർമീഡിയറീസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നടത്താൻ കുറച്ച് പൈസ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളതൊരു ബാങ്കിൽ നിന്ന് വാങ്ങുന്നു. ബാങ്കിന് മറ്റൊരാളാണ് ആ ബാങ്കിലേക്ക് ആ പൈസ കൊടുക്കുന്നത്. ഈ രണ്ട് ട്രാൻസാക്ഷനിടയിൽ ഒരുപാട് ലോസ് ഉണ്ടാവുന്നു അല്ലെ? കാര്യം എനിക്ക് കിട്ടുന്ന എമൗണ്ടിനേക്കാളും കൂടുതലാണ് ബാങ്ക് മറ്റേ ആളുടെ നിന്ന് വാങ്ങുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരാൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ കഴിയാത്തത്? ഈ ഒരു മോഡലിന് കാരണം നമ്മൾ ഇന്നും ആ സെൻട്രലൈസ്ഡ് ഏജൻസികളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാണ്. പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് ഈ ഇന്റർമീഡിയറ്റ്സ് മാറുകയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രാൻസാക്ട് ചെയ്യാൻ കഴിയുകയാണ്. അതിനെ പവർ ഓഫ് പിയേഴ്സ് എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മുടെ പിയേഴ്സിന് നമുക്ക് വ്യക്തികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു ട്രസ്റ്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവും. ഇതൊരു പക്ഷെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. കോഴിക്കോടുള്ള പല പയറ്റ് കല്യാണം എന്നെല്ലാം പറയുന്നതൊക്കെ ശരിക്കും പറഞ്ഞ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നമ്മുടെ ഒരു ട്രസ്റ്റിന്റെ ബേസിലാണ് അത് നടന്നുകൊണ്ടിരുന്നത്. അതുപോലെയുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അതൊരു ഒരു സാങ്കേതിക വിദ്യ കൊണ്ട് വന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ലെവലിലേക്ക് വരികയാണ്. ഇത് മാത്രമല്ല, വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ലോകത്തിലുള്ള വ്യക്തികൾ പലരും, നേരത്തെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഇതിനെ കുറിച്ച് പറയുകയുണ്ടായി. അതായത് നേരത്തെ ഉള്ളതിൽ നിന്ന് മാറി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവർ പലരും ബില്ലിംഗ് ആണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണിൽ നമ്മൾ ഒരുപാട് ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ആപ്പുകൾ ഉണ്ടാക്കിയത് ആരാണെന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവില്ല. ഈ ആപ്പുകൾ ഉണ്ടാക്കുന്നതിൽ ഒരു 90% ആൾക്കാരും ആപ്പുകൾ ഫ്രീ ആയിട്ടാണ് തരുന്നത്. എന്തുകൊണ്ടാണ് ലോകത്തിന്റെ ഒരു ഭാഗത്തിരുന്ന ഒരാൾ ഒരു സാധനം ഉണ്ടാക്കി മറ്റൊരു ഭാഗത്തുള്ള ആൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? അതായത് മനുഷ്യർ നല്ലവരാണ്. കുറേയേറെ ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു മനുഷ്യരെ മാറ്റിക്കൊണ്ടിരുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറിയിട്ട് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കൾച്ചറിലേക്ക് വന്നപ്പോ പെട്ടെന്ന് ലോകത്തില് നമുക്കൊരു വലിയൊരു മാറ്റം വന്നു. ഇപ്പൊ നമ്മൾ ചില ഇതിലൊക്കെ പറയാറുണ്ട്, ലോകം ഒരു ഷോർട്ടേജിൽ നിന്ന് അബണ്ടൻസിലേക്ക് പോകുന്നു എന്ന് പറയും. അതായത് നേരത്തെ എവിടെയാണോ നമുക്ക് കുറവുണ്ടായിരുന്നു അതിൽ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം ആൾക്കാർ ഷെയർ ചെയ്യാൻ റെഡിയായി വന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഗാന്ധിജി പണ്ട് പറഞ്ഞതുപോലെ there is enough for everybody's need but not for everybody's greed എന്ന് പറഞ്ഞതുപോലെ അത് ഒരു പരിധി വരെ ഈ സാങ്കേതിക വിദ്യ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മുടെ പുതിയ നോർമലിലെ പോസിറ്റീവായിട്ടും കാണാം, നെഗറ്റീവായിട്ടും കാണാം. ഇങ്ങനെ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇവ എല്ലാം എല്ലായിടത്തും ഒരുപോലെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. കാര്യം നമുക്കറിയാം, ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ലോകത്തിലും നമുക്ക് ടെക്സ്റ്റൈൽ കമ്പനികൾ ഉണ്ടായിരുന്നു, ചെറിയ മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോഴും പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നവരുണ്ടാവും. പക്ഷെ എന്നാൽ തന്നെ ഒരു വലിയൊരു മാറ്റം ഈ ഒരു ന്യൂ നോർമൽ എന്നുള്ള രീതിയിൽ കൊണ്ടുവരും. അപ്പൊ ഈ ന്യൂ നോർമൽ എന്ന് പറയുന്നതിന്റെ ഒരു വലിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, ഒന്ന് മനുഷ്യർ മൂവ് ചെയ്യുന്നത് കുറയുന്നു, പക്ഷെ അവർ ട്രസ്റ്റ് ചെയ്യുന്നത് കൂടുന്നു. നമ്മുടെ ഒരു ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് എത്ര എംപ്ലോയീസിനെ കൊണ്ട് ഒരു എംപ്ലോയിക്ക് എത്ര കസ്റ്റമറിനെ സെർവ് ചെയ്യാൻ കഴിയും എന്നത് ഒരു പക്ഷേ ഈ ഒരു കുറച്ചു കാലത്തേക്കെങ്കിലും അത് ലിമിറ്റ് ചെയ്യപ്പെടും. അതേസമയം നമ്മുടെ ഷോർട്ടേജ് ഓഫ് ഫണ്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് വരുന്ന ക്യാഷ് ഫ്ലോസിന്റെ ഒരു ചലഞ്ച് വരുമ്പോൾ നമുക്ക് ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കോസ്റ്റ് റിഡക്ഷനിൽ നമ്മൾ ഒരു വളരെ അഗ്രസീവ് ആയിട്ടൊരു മോഡലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അതോടൊപ്പം നമുക്കൊരു ഹൈപ്പർ ലോക്കലും ഹൈപ്പർ ഗ്ലോബലുമായിട്ടുള്ള മാർക്കറ്റുകൾ നമ്മുടെ മുമ്പിലേക്ക് വരും. ഈ നോർമലിൽ നിന്നാണ് നമ്മൾ അടുത്ത തലത്തിലേക്ക് പോകേണ്ടത്. അതിലാണ് മെയിൻ ആയിട്ട് വരുന്നത് ലാർജ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സ്മോൾ ഓർഗനൈസേഷൻസ് ആയി വരികയാണ്. ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ടുഗദർ ആയിട്ട് വന്നിട്ട് ചിലപ്പോൾ ഒരു ബ്രാൻഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ
ഇപ്പൊ തന്നെ പല ലാർജ് കമ്പനികളുടെയും എംപ്ലോയീസ് എന്ന് പറയുന്നത് അവര് ഡീസെൻട്രലൈസ് ചെയ്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് പോലെയുള്ള കമ്പനി, മൈക്രോസോഫ്റ്റിന്റെ സിഇഒ അടുത്ത കാലത്ത് പറയുണ്ടായിരുന്നു, മൈക്രോസോഫ്റ്റിന്റെ ഒരു നല്ലൊരു ശതമാനം ഫ്രീലാൻസേഴ്സിലും കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫ്രീലാൻസിങ് മോഡലുകൾ നമ്മുടെ ചെയ്തു വരുന്നുണ്ട്. പക്ഷെ മറ്റൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് നമ്മൾ ഇന്നും അൺടാപ്ഡ് ആയിട്ടുള്ള വലിയൊരു മാർക്കറ്റ് ഉണ്ട്. ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എടുക്കുന്ന ഏത് മേഖല എടുത്താലും നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റോ നമ്മുടെ സർവീസോ വാങ്ങുന്നവരെക്കാളും കൂടുതലാണ് അത് വാങ്ങാത്തവർ. അത് എന്തുകൊണ്ടാണ് അവർ വാങ്ങാത്തത് എന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സെയിം ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനാണ് നോക്കാറുള്ളത്. അതായത് എന്റെ സെയിം ആയിട്ടുള്ള കസ്റ്റമറിന് എന്റെ കൂടെയുള്ള മറ്റൊരാളും അതേ കസ്റ്റമറിനെ കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു ലാർജർ മാർക്കറ്റിലേക്ക് ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്ന കോഴിക്കോട്ടത്തെ ഫുട്വെയർ ഇൻഡസ്ട്രിയാണ്. 2000ത്തിന്റെ ആദ്യ ഭാഗത്തെല്ലാം ഇവിടെയുള്ള ഫുട്വെയർ ഇൻഡസ്ട്രികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യായിരുന്നു. എല്ലാവരും ഒരേ മാർക്കറ്റിൽ, കോഴിക്കോട് മാർക്കറ്റിൽ മാത്രം കോമ്പീറ്റ് ചെയ്യായിരുന്നു. അന്ന് ഫുട്വെയർ ഇൻഡസ്ട്രികൾ ആരും നന്നായിരുന്നില്ല, എല്ലാവരും ഒരു പതനത്തിലേക്ക് പോവുകയായിരുന്നു. പക്ഷെ 2000ത്തിന്റെ നടുവിലാണ് അത് മാറിയിട്ട് കോഴിക്കോടല്ല അല്ലെങ്കിൽ കേരളമല്ല നമ്മുടെ മാർക്കറ്റ്, ഇന്ത്യ മൊത്തം നമ്മുടെ മാർക്കറ്റാണ്, അല്ലെങ്കിൽ വിദേശമാണ് നമ്മുടെ മാർക്കറ്റ് എന്ന് നമ്മുടെ ഫുട്വെയർ ഇൻഡസ്ട്രീസ് മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് വന്നപ്പോ ഇന്ന് ഒരു ഇന്ത്യയിൽ തന്നെ ജിയോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ ഉള്ള ഒരു കേരളത്തിലൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഫുട്വെയർ ഇൻഡസ്ട്രിയാണ്. നമുക്കറിയാലോ, ആയിരക്കണക്കിന് രൂപ, 1000 കോടിയോളം, 1000 കോടി അധികം ടേൺ ഓവർ ഉള്ള കമ്പനികൾ ഫുട്വെയർ ഇൻഡസ്ട്രിയിൽ നിന്ന് കോഴിക്കോട് നിന്ന് വന്നത് ഈ ഒരു ചേഞ്ച് ഓഫ് തിങ്കിങ്ങിൽ നിന്നാണ്. ആ തിങ്കിങ് ആണ് നമുക്കിനി പലയിടത്തും വേണ്ടത്. അതായത് അൺടാപ്ഡ് ആയിട്ടുള്ള മാർക്കറ്റുകൾ നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ട്. മാനേജ്മെന്റ് ടെർമിനോളജിയിൽ ബ്ലൂ ഓഷ്യൻസ് എന്ന് പറയും. അതായത് ഒരു നീലക്കടൽ പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു നീലക്കടലില് നമുക്ക് എത്ര കപ്പലുകൾ ഇറക്കിയാലും കുഴപ്പമില്ല, കാര്യം അത്ര വലിയൊരു വിശാലമായ ഒരു കടലാണ്. അതുപോലെയുള്ള മാർക്കറ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും നമ്മളെ ഇന്ന് വാങ്ങാത്ത ഒരാളെ നോക്കിയിട്ട് അയാൾക്കടുത്ത് എങ്ങനെ എത്താൻ പറ്റും? ഒരുപക്ഷെ സാങ്കേതിക വിദ്യ കൊണ്ട് എത്താൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്യാൻ എത്താൻ കഴിയും. അതിനൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മോഡൽ ഞാൻ സ്പീക്ക് അബൌട്ട് ദാറ്റ് ലിറ്റിൽ ലേറ്റർ. അപ്പൊ അവിടെ ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ വളരെ ശക്തമായിട്ടുണ്ട്. മൂന്നാമത്തത്, ബിസിനസ് ഒരു ഇന്നോവേഷനിലേക്ക് പോകേണ്ട സമയമായി. കാര്യം ഒരു കൺവെൻഷണൽ ബിസിനസ് മോഡലിൽ നിന്ന് മാറിയിട്ട് കൺവെൻഷണൽ ബിസിനസ് മോഡലിനെ കൺസ്ട്രെയിൻ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്കൊരു പെർസെപ്ഷണൽ ഇഷ്യൂ മാത്രമാണ്. എനിക്ക് വിഗീൻ മുസഹാജി തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം വളരെ റിലവന്റ് ആണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, അതായത് ഇതുപോലൊരു മീറ്റിംഗ് നമുക്ക് നേരത്തെ നടത്തണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് തയ്യാറെടുപ്പെടണമായിരുന്നു. കാരണം അത് അങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചത്. ആൾക്കാർ ഫിസിക്കലായിട്ട് വന്നിരുന്നാൽ മാത്രമേ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മുടെ ഒരു പെർസെപ്ഷൻ ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2000 നമ്മൾ IIM കോഴിക്കോട് ആദ്യമായിട്ട് ഇന്ത്യയില് ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങിയപ്പോ ഇന്ത്യയിലെ ബാക്കി പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പറഞ്ഞു ഇത് നടക്കാത്ത കാര്യമാണ്, ആർക്കും ഓൺലൈനായിട്ട് വന്ന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. 2 കൊല്ലം കൊണ്ട് നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു അല്ല എന്നുള്ളത്. ഇന്നിപ്പോ എല്ലാവരും ഓൺലൈനിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ മൈ പോയിന്റ് ഇസ്, നമ്മൾ പലപ്പോഴും പെർസെപ്ഷനിലാണ് പലപ്പോഴും നമ്മൾ നിൽക്കുന്നത്. ആ പെർസെപ്ഷൻസ് മാറ്റിയിട്ട് നമുക്ക് ഇതിനെ ചലഞ്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പുതിയ ലെവലിലേക്ക് പോകാൻ കഴിയുന്നത്. അപ്പൊ ദ ക്വസ്റ്റ്യൻ ഈസ്, ഹൗ ഡു വി അച്ചീവ് ഓൾ ദീസ് തിങ്സ്? പല രീതിയിലുണ്ട്. അതിന് ഒരു പോർഷൻ ഡിജിറ്റൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നതാണ്. ഡിജിറ്റൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഡിജിറ്റൽ ടെക്നോളജികളെ നമ്മുടെ ബിസിനസ്സുകളെ ട്രാൻസ്ഫോം ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയും. അതില് ഏറ്റവും എളുപ്പമുള്ളത് മൊബൈലാണ്. അത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ളതുമാണ്. മൊബൈലിൽ നിന്ന്, ഇന്റർനെറ്റിൽ നിന്ന്, ഇ കോമേഴ്സിൽ നിന്ന്, ക്ലൗഡിൽ നിന്ന്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷനിൽ നിന്ന്, IoTയിൽ നിന്ന്, AI റോബോട്ടിക്സിൽ നിന്ന്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക്, AR VR ടെക്നോളജി, ഇങ്ങനെ ഒരു വലിയൊരു സാങ്കേതിക വിദ്യയുടെ ഒരു അവസരം നമ്മുടെ മുമ്പിലുണ്ട്. അവ എത്രമാത്രം ശക്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ പലപ്പോഴും കാണുന്നത് പല മേഖലകളിലും, പല വ്യവസായ മേഖലകളിലും, വ്യാപാര മേഖലകളിലും പുതുതായി വരുന്നവര് ഇവയെല്ലാം ഉപയോഗിക്കും. അവർക്കൊരു വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടുകയും ചെയ്യും. കാരണം നമ്മുടെ
ബിസിനസ് നോളജ് ഉള്ള, ബിസിനസ്സിൽ വളരെ ഡെപ്ത് ഉള്ള പലരും ഇത് അഡോപ്റ്റ് ചെയ്യാൻ വളരെ സമയം എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ടൂറിസം മേഖലയിലാണ്. ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മേക്ക് മൈ ട്രിപ്പ്. മേക്ക് മൈ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ടൂറിസം കമ്പനി തുടങ്ങിയതല്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ടൂറിസം ആൾക്കാർക്ക് മേക്ക് മൈ ട്രിപ്പ് പോലെ ഒരെണ്ണം തുടങ്ങാൻ വളരെ എളുപ്പമായിരുന്നു. മറിച്ച് ഒരു സാങ്കേതിക വിദ്യയിലുള്ള ആൾ കൊണ്ടുവന്ന് വരേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സങ്കടം. അപ്പൊ അവിടെയാണ് കോവിഡ് നമുക്കൊരു അഡ്വാൻറ്റേജ് കൊണ്ടുവന്നത്. നമ്മളെ എല്ലാവരെയും വീണ്ടും ഒരേ ലെവലിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഈ സമയത്ത് എത്രമാത്രം പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഇത് ഉപയോഗിക്കുന്നോ നമുക്ക് മുമ്പിലേക്ക് പോകാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബിസിനസ്സിൽ ടെക്നോളജി ഒരു റാപ്പാണ്. റിയൽ സ്ട്രെങ്ത് ഈസ് ഓൺ ദ ബിസിനസ് ഇറ്റ്സെൽഫ്. അപ്പൊ എന്നോട് ഒരു കണ്ണൂരിലെ ഒരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു 100 കൊല്ലം പഴക്കമുള്ള ഒരു കടയാണ് അദ്ദേഹത്തിനുള്ളത്. വളരെ പ്രശസ്തമായ ഒരു കടയാണ്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് വേർഡ് ഓഫ് മൗത്ത് ആണ്. അതായത് ഇതിന്റെ പേര് കേട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഷോപ്പിന് എങ്ങനെ അടുത്ത ലെവലിലേക്ക് പോകാൻ കഴിയും? അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുക. പക്ഷെ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ഒരു വെബ്സൈറ്റ് ഇടുകയല്ല വേണ്ടത്. കാരണം ഇതില് ആൾക്കാർ വരുന്നത് കടയുടെ പേര് ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടല്ല, മറിച്ച് ആ കടയിലുള്ള ആ ഷോപ്പിൽ നിന്നും പോകുന്ന സാധനങ്ങളുടെ മെറിറ്റ് അനുസരിച്ചാണ്. അവിടെയാണ് നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂളുകളുടെ ആവശ്യമുള്ളത്. ഇൻബൗണ്ട് മാർക്കറ്റിംഗ് പോലെയുള്ള ടൂളുകളുടെ ആവശ്യം അവിടെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോഴും അത് വളരെ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യം. അല്ലെങ്കിൽ നമ്മുടെ കൺവെൻഷണൽ സ്ട്രെങ്ത് നമ്മൾ മിസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് 2 കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എങ്ങനെ നമുക്ക് സർവൈവലിന് വേണ്ടിയിട്ട്, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമുക്ക് സർവൈവ് ചെയ്യണം, ഗ്രോ ചെയ്യണം. സർവൈവലിന് വേണ്ടി നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? സാങ്കേതികവിദ്യ മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അതിന് നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ റവന്യൂ എൻഹാൻസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഫ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തത്, നമുക്ക് എങ്ങനെ ഗ്രോത്ത് കൂട്ടാൻ കഴിയും, പുതിയ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എനി ടൈം. അതിന് ഒരുപാട് മെത്തേഡ്സ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ കഴിയുന്നത്. അതിന്റെ 3ാമത്തെ ഭാഗത്തിൽ ഇത് എങ്ങനെ സ്റ്റാർട്ടപ്പുകൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം കൂടി പറയാം. അപ്പൊ 4 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്ന്, ഒരു കോസ്റ്റ് റീസ്ട്രക്ചർ ചെയ്യുന്നു, ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നു, ഗ്രോത്ത് കൂട്ടുന്നു, ഇന്നോവേഷൻ ആൻഡ് കൊളാബറേഷൻ. കോസ്റ്റ് റീസ്ട്രക്ചറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒരു സെയിൽസ് കൂട്ടുകയാണോ അതോ ഇടയ്ക്കുള്ള ഇത് കട്ട് ചെയ്യുകയാണോ എന്നുള്ളത്. അതായത് മാൻ പവർ കട്ട് ചെയ്യുകയാണോ, ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നോക്കുന്നത്. പക്ഷെ ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കോസ്റ്റ് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് നോൺ വാല്യൂ ആഡിങ് കോസ്റ്റുകളുണ്ട്. ആ നോൺ വാല്യൂ ആഡിങ് കോസ്റ്റുകൾ പലതും കുറയ്ക്കുവാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് കഴിയും. അത് മാൻ പവർ മാത്രമല്ല, പല കോസ്റ്റുകളുണ്ട്. ചെറിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ ഒരു വലിയ കോസ്റ്റ് ട്രാവൽ, ടെലികമ്മ്യൂട്ടിംഗ് ട്രാവൽ കുറയ്ക്കുന്നുണ്ട്, ട്രാവൽ കോസ്റ്റ് കുറയ്ക്കുന്നു. ന്യൂസ് പേപ്പർ ആഡാണ് നമ്മൾ പലപ്പോഴും നമുക്കൊരു പോപ്പുലർ ആയിട്ട് നമുക്ക് പരിചയമുള്ളൊരു കാരണം. അതിനെ നമുക്ക് ഡിജിറ്റലും ഇപ്പോ ഈവൻ മൊബൈൽ പ്ലേസ്മെന്റ് പോലും ചെയ്യാൻ കഴിയും. അതായത് കൃത്യമായിട്ട് ഒരാളുടെ എത്തുന്ന രീതിയിലുള്ള പ്ലേസ്മെന്റ് ചെയ്യാൻ കഴിയും. എംപ്ലോയി കോസ്റ്റ് ഇസ് എ വെരി കോമൺ കോസ്റ്റ് ഫോർ അസ്. പക്ഷെ എംപ്ലോയി കോസ്റ്റിനെക്കാളും ചലഞ്ചാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓഫീസ് അവേഴ്സ് കൂട്ടേണ്ട ആവശ്യമുണ്ട്. ഓഫീസിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഓഫീസ് അവേഴ്സിന് അതിനുശേഷം ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ചാറ്റ് ബോട്ടുകൾ പോലെയുള്ള സൊല്യൂഷൻസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. റെന്റൽസ്, വെരി കോമൺ തിങ് ഈസ് റെന്റൽസ്. നമ്മുടെ വ്യാപാര സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനത്തിന്റെ റെന്റൽ ഒരു വലിയ എലിമെന്റ് ആണ്. പലപ്പോഴും നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഷോപ്പിലോ നമ്മുടെ സ്ഥാപനത്തിലോ ഇത്രയധികം സാധനങ്ങളുടെ ആവശ്യം എന്താണ്? നാച്ചുറലി ഇറ്റ്സ് എ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ടു ആസ്ക്. നമ്മുടെ കടയിൽ നമ്മുടെ ഷോപ്പിൽ വരുന്ന ഒരാള് കാണുന്നത് ഒരു പർട്ടിക്കുലർ സബ്സെറ്റ് മാത്രമാണ്. പക്ഷെ നമുക്ക് അയാൾക്ക് ആ പാക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യം കൊണ്ടതാണ് നമ്മൾ ഇത്രയും അധികം ഇൻവെന്ററി കീപ്പ് ചെയ്യുന്നത്. ആ ഇൻവെന്ററിയെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും, 7-Eleven എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ചെയിൻ ഉണ്ട്, പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ. വളരെ ചെറിയ ഷോപ്പാണ്, പക്ഷെ ആ ഷോപ്പിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും.
അവർ ഒരുപാട് സാധനങ്ങൾ കീപ്പ് ചെയ്യാറില്ല, പക്ഷെ ഒരുപാട് എണ്ണം കീപ്പ് ചെയ്യാറില്ല, പക്ഷെ വളരെ ചെറിയ ഷോപ്പുകളാണ്. എന്താണ് ചെയ്യുന്നത്? എവിടെയൊക്കെയാണോ ഇൻവെന്ററി കോസ്റ്റ് ഉള്ളത് അതിനെ ലോജിസ്റ്റിക്സ് കോസ്റ്റ് കൊണ്ട് മാനേജ് ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഡിജിറ്റൽ മോഡൽ വഴി ഇങ്ങനെയുള്ള ഷോർട്ട് ഫോർമാറ്റ് സ്റ്റോറുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റൻ ആണ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് എന്ന് പറയുന്നത് ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്നും നമ്മൾ ഉപയോഗിക്കാത്തൊരു കാര്യമാണ്. നമുക്ക് പല കോസ്റ്റുകളും ഷെയർഡ് ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയും. വലിയ കമ്പനികൾ ചെയ്യാറുണ്ട്, വളരെ വലിയ കമ്പനികൾ പലരും ചെയ്യാറുള്ളതാണ് ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത്. പക്ഷെ കമ്പനികൾ ചെറുതാകുമ്പോഴാണ് ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചർ ഷെയർ ചെയ്യുന്നത് പലപ്പോഴും ചെയ്യാതിരിക്കുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് പലപ്പോഴും നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് പ്രൊഡക്റ്റിലാണ്, പർച്ചേസിലല്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമുക്ക് പർച്ചേസ് ഒരുമിച്ച് നടത്തിക്കൂടാ? അപ്പൊ നാച്ചുറലി അവിടെ വരുന്നത് ട്രാൻസ്പാരൻസിയുടെ ഇഷ്യൂ വരും, അതിന്റെ ഒരു ഒപ്റ്റിമൈസേഷന്റെ ഇഷ്യൂ വരും. ഇവയെല്ലാം ശരിക്കും സാങ്കേതിക വിദ്യ കൊണ്ടുവരും, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവരാൻ കഴിയും. മറ്റൊരു വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതാണ് എന്തുകൊണ്ടാണ് നമുക്ക് ചില ഷോപ്പുകൾ അല്ലെങ്കിൽ ചില വ്യാപാര സ്ഥാപനങ്ങൾ കസ്റ്റമേഴ്സിന് വളരെ ഇഷ്ടമാകുന്നത്. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള സർവീസ് ആൾക്കാർക്ക് നമ്മളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം, അതിനനുസരിച്ചുള്ള സർവീസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ സ്ഥാപനം വലുതാവുമ്പോൾ ഇങ്ങനെ ഒരു പേഴ്സണൽ ടച്ച് നഷ്ടപ്പെട്ടു പോകും. ഇവിടെയാണ് ഡേറ്റ അനലിറ്റിക്സ് പോലെയുള്ള പുതിയ ടൂളുകളുടെ പ്രസക്തി ഉണ്ടാവുന്നത്. എങ്ങനെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ മാപ്പിംഗ് നടത്താൻ കഴിയും, അവരുടെ ഇൻട്രസ്റ്റ് മാപ്പ് ചെയ്യാൻ കഴിയും, അതനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് എങ്ങനെ കൊടുക്കാൻ കഴിയും. ഇതൊരു വലിയൊരു ചേഞ്ച് ആണ്. കുറേയേറെ പേര് ഓൾറെഡി ചെയ്യുന്നുണ്ട്, കുറേയേറെ പേർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് എങ്ങനെ നമ്മൾ ഒരു ഡേറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ടൂളിലേക്ക് പോകുന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ചലഞ്ച് ഉള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ബാങ്കുകളിൽ നിന്നോ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നോ കിട്ടാതെ നമുക്ക് വളരെ ഹൈ കോസ്റ്റിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കേണ്ടി വരുന്ന ഒരു സമയമുണ്ട്. ഇവിടെയാണ് പുതിയ P2P നെറ്റ്വർക്കുകൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്ന, ഇതിലെല്ലാത്തിനും വലിയ സാങ്കേതിക വിദ്യയുടെ ഒന്നും ആവശ്യമില്ല, പക്ഷെ ഇങ്ങനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ വരുന്നു. ഇതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പോലെയുള്ള വേസ്റ്റേജ് മാനേജ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസും ഉണ്ട്. അപ്പൊ ഈ സൊല്യൂഷൻസ് എല്ലാം ഈ സൊല്യൂഷൻസ് ഓരോ വ്യവസായ സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ ഓരോ വ്യാപാര സ്ഥാപനത്തിന്റെയോ നേച്ചർ അനുസരിച്ച് ഇത് മാറും. പക്ഷെ ഇവയെല്ലാം ഇതിന് പലതും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഇന്നത്തെ നമ്മുടെ കോസ്റ്റിൽ ഒരു 10 മുതൽ 20% വരെ കുറയ്ക്കുവാൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ദി സർവീസ് ക്വാളിറ്റി നമുക്ക് ചെയ്യാൻ കഴിയും. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് ആയിരിക്കണം നമുക്കിപ്പോൾ ഉള്ളത്. കാരണം പലപ്പോഴും നമ്മുടെ കോസ്റ്റ് എലിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാൻ പവർ കോസ്റ്റ് മാത്രമാണ് നോക്കുന്നത്. മാൻ പവർ കോസ്റ്റ് അല്ലാത്ത ഒരുപാട് കോസ്റ്റുകൾ നമ്മുടെ കോസ്റ്റ് സ്ട്രക്ചറിൽ ഉണ്ട് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ചില സമയത്ത് അതൊരു ഫിനാൻസിങ് കോസ്റ്റ് പോലെ ഒരു ഹയർ കോസ്റ്റ് ആയിട്ട് വരാറുണ്ട്. രണ്ടാമത്തത് സെയിൽസ് എൻഹാൻസ് ചെയ്യുന്നതുകൊണ്ട് ആവശ്യമുള്ളതാണ്. ഇവിടെയാണ് നമുക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു റീതിങ്കിങ് ദി എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. എങ്ങനെ നമുക്ക് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിനെ റീതിങ്ക് ചെയ്യുക എന്നുള്ളത്. അത് പലപ്പോഴും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരാള് അയാളുടെ കോമ്പറ്റീറ്റർ എങ്ങനെ കൊടുക്കുന്നു അതുപോലെ തന്നെയായിരിക്കും കൊടുക്കാറുള്ളത്. ചില സമയത്ത് അത് മാറി ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഒരു വളരെ കോമൺ ആയിട്ടൊരു എക്സാമ്പിൾ ആണ് കഫേ കോഫി ഡേ. കഫേ കോഫി ഡേ കൊടുക്കുന്നത് കോഫിയാണ്. എന്തുകൊണ്ടാണ് ഒരു കോഫി ഷോപ്പില് 10 രൂപയ്ക്ക് കോഫി കിട്ടുമ്പോൾ കഫേ കോഫി ഡേ പോയി ഒരാൾ 70 രൂപയ്ക്ക് കോഫി കുടിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ കോഫിയുടെ ക്വാളിറ്റി ഒരുപക്ഷെ ആ സാധാരണ കോഫി ഷോപ്പിലായിരിക്കും കഫേ കോഫി ഡേ കിട്ടുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിന് തുല്യമായിരിക്കും. എന്നിട്ട് എന്തുകൊണ്ടാണ് കഫേ കോഫി ഡേയിൽ പോയിട്ട് ആൾക്കാർ കുടിക്കുന്നത്? അതിന് ആൻസർ സിമ്പിൾ ആണ്. കഫേ കോഫി ഡേ ഒരിക്കലും ഒരു കോഫി ഷോപ്പിൽ പോകുന്ന ഒരാളെ അല്ല ടാർഗറ്റ് ചെയ്തത്, കോഫി ഷോപ്പിൽ പോകാത്ത ഒരാളെയാണ് ടാർഗറ്റ് ചെയ്തത്. കാരണം എന്തുകൊണ്ടാണ് ഒരാൾ കോഫി ഷോപ്പിൽ പോകാത്തത്? കാരണം കോഫി ഷോപ്പിൽ പോകുന്ന കാര്യം എന്താണ്? കോഫി കുടിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് സംസാരിച്ചിരിക്കാനും കൂടി വേണ്ടിയാണ്. സാധാരണ ഒരു കോഫി ഷോപ്പിൽ, സാധാരണ ഒരു കാപ്പിക്കട എന്ന് പറയുന്നിടത്ത് പോയി കഴിഞ്ഞാൽ അവർ നല്ല കോഫി തരും, പക്ഷെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇറങ്ങി തരണം എന്നാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. കഫേ കോഫി ഡേയിൽ നേരെ തിരിച്ചാണ്. അവർ പറയുന്നത് തിങ്സ് ഹാപ്പനിങ് അറൌണ്ട് ദി കോഫിയാണ് അവർ സെല് ചെയ്യുന്നത്, നോട്ട് ദ കോഫി അറ്റ് ഓൾ. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത് നോൺ കസ്റ്റമറിനെ കൊണ്ടുവരിക എന്നത്.
നമ്മുടെ മുമ്പിൽ ഉള്ള നോൺ കസ്റ്റമറിനെ കൊണ്ടുവരുമ്പോഴാണ് നമുക്കൊരു വലിയ മാർക്കറ്റുകൾ കൊണ്ടുവരാൻ കഴിയുന്നത്. എയർ ഡെക്കാൻ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. എയർ ഡെക്കാൻ വന്നപ്പോൾ സക്സസ്ഫുൾ ആയതിന് കാരണം അത് ലോ കോസ്റ്റ് എയർലൈൻ ആയതുകൊണ്ട് മാത്രമല്ല, ഇന്ത്യയിലെ 0.1% ആൾക്കാരെ എയറിൽ ട്രാവൽ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് 99.9% ആൾക്കാരും എയറിൽ ട്രാവൽ ചെയ്യാറ്? ഇന്നത്തെ കാര്യമല്ല, എയർ ഡെക്കാൻ വന്നപ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുള്ള ആൻസർ വളരെ സിമ്പിൾ ആണ്. ഒന്ന്, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പല സ്ഥലങ്ങളിലേക്കും ഫ്ലൈറ്റ് ഇല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബെല്ലാരി ഒരു ക്ലാസിക് കേസാണ്. ബെല്ലാരിയിലുള്ള ആൾക്കാർക്ക് ഫ്ലൈറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് ആരും വിശ്വസിക്കില്ല. അല്ലെങ്കിൽ ധർമ്മശാല, അല്ലെങ്കിൽ ജംഷഡ്പൂർ, ഇവിടെ എല്ലാം ആൾക്കാർ വളരെ റിച്ച് ആണ്, പക്ഷെ അവിടെ ഒന്നും ഫ്ലൈറ്റ് പോകാറുണ്ടായിരുന്നില്ല. എയർ ഡെക്കാൻ എന്താ ചെയ്തത്? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഫ്ലൈറ്റ് ഇട്ടു. നാച്ചുറലി ഇറ്റ് ഗ്രൂ വെരി ഫാസ്റ്റ്. ഇതാണ് ഒരു പക്ഷേ നമുക്കൊരു വലിയ കോമ്പറ്റീഷൻ വരുമ്പോൾ ആലോചിക്കേണ്ട ഒരു സാധനം. ഈ കോവിഡിന്റെ കാലത്ത് എങ്ങനെയാണോ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പല മേഖലകളിലും ഒരു നോൺ കസ്റ്റമറിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയാണ് നമുക്ക് പുതിയ ലെവലിലേക്കുള്ള തിങ്കിങ് പ്രോസസ്സ് കൊണ്ടുവരേണ്ടത്. അത് പ്രത്യേകിച്ച് വലിയൊരു ബാക്ക്ഗ്രൗണ്ട്, ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ആലോചിക്കുമ്പോൾ അവർക്ക് വളരെ പുതിയ മേഖലകൾ കിട്ടും. എങ്ങനെ ഈ കസ്റ്റമറിനെ എങ്ങനെ നമുക്ക് വേറെ രീതിയിൽ കൊണ്ടുവരാൻ കഴിയും? നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. കാരുണ്യ ലോട്ടറി ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ലോട്ടറി എന്ന് പറയുന്നത് കാരുണ്യ ലോട്ടറിയാണ്. കാരുണ്യ ലോട്ടറിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അറിയാം, കാരുണ്യ ലോട്ടറി ഒരിക്കലും ലോട്ടറി വാങ്ങുന്ന ഒരാൾക്കല്ല ടാർഗറ്റ് ചെയ്തത്, ലോട്ടറി വാങ്ങാത്ത ഒരാളെയാണ് ടാർഗറ്റ് ചെയ്തത്. കാരണം കാരുണ്യം ഒരിക്കലും ലോട്ടറി ആയിട്ടല്ല വിറ്റത്, മറിച്ച് ഒരു ക്യാൻസർ പേഷ്യന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വാങ്ങും എന്നാണ് പറയുന്നത്. അപ്പൊ ലോട്ടറി ഇഷ്ടമില്ലാത്തവർ പോലും, ലോട്ടറി എന്ന് പറയുന്നത് നമുക്ക് വാങ്ങാൻ കഴിയാത്തതാണെന്ന് പോലും കാരുണ്യം വാങ്ങാറുണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് വേർ നോൺ കസ്റ്റമേഴ്സ് ആർ ബീൻ ടാർഗറ്റഡ്, വിച്ച് ഇസ് ആൻ ഇമ്പോർട്ടന്റ് എലിമെന്റ് ഓഫ് സെയിൽസ് എൻഹാൻസ്മെന്റ്. മറ്റൊരു സൈഡില് ഇതാണ് കോസ്റ്റിന്റെ ഇമ്പോർട്ടന്റ് ഉള്ളത്. എങ്ങനെ സെയിൽസ് കൂട്ടാം, എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം എന്നുള്ളത്. രണ്ടാമത്തത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും വലിയ കാര്യം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മൾ പലപ്പോഴും നമ്മുടെ ബാലൻസ് ഷീറ്റുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു വലിയ കാര്യം റിസീവബിൾസ് ആണ്. എങ്ങനെ നമുക്ക് റിസീവബിൾസ് കുറയ്ക്കാൻ കഴിയും? കാര്യം റിസീവബിൾ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് എഴുതുന്നത് കൊണ്ട് നമുക്ക് വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല. മറിച്ച് അതിനെ റിട്ടയർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ആക്ച്വലി ബി എ വെരി വെരി ഇമ്പോർട്ടന്റ് തിങ്. Restructuring the receivables and liabilities is a very very important element in this context. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് അസറ്റുകൾ സെറ്റ് ചെയ്യാൻ കഴിയുക എന്നത്. നമ്മുടെ അസറ്റുകൾ എത്രമാത്രം ഇപ്പൊ യൂസ്ഡ് ആണ്, അതിനെ നമുക്ക് എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് സെറ്റ് ചെയ്യാൻ കഴിയും എന്നതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഈ ഒരു സ്ട്രാറ്റജിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ ഡോണ്ട് ഫോക്കസ് ഓൺ യുവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫോക്കസ് ഓൺ യുവർ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും, ഒരുപാട് കാര്യങ്ങൾ മാറ്റാൻ കഴിയും. ഒരു ലയബിലിറ്റി റീസ്ട്രക്ചറിങ് പോലും നമുക്കൊരു പുതിയ ബെനിഫിറ്റ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കേസ് ദിസ് ഈസ് പ്രൈമർലി ഫോർ കട്ടിംഗ് ഡൗൺ ദ കോസ്റ്റ്. ഫോർ എൻഹാൻസിങ് ദ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം മൂവ് ഫ്രം സെയിൽസ് ടു മാർക്കറ്റിംഗ്. വിൽപ്പനയിൽ നിന്ന് വിപണനത്തിലേക്ക് മാറണം. വിപണനത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന ആളുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് തിങ്കിങ് കൂടി നമ്മൾ ആലോചിക്കും. സോ ദാറ്റ് ഈസ് ബേസിക്കലി വേർ വി ലുക്ക് അറ്റ് ബിയോണ്ട് ദി ക്ലയന്റ് തിങ്കിങ് എന്ന് പറയും. അതായത് എന്റെ അടുത്ത് വരുന്ന വ്യക്തി ആലോചിക്കാത്ത, അല്ലെങ്കിൽ അയാൾ റിക്വയർ ചെയ്യാത്ത, അയാൾ ഇപ്പൊ ആലോചിക്കാത്ത കാര്യങ്ങൾ പോലും കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക എന്നത്. And focus on the non-customers. This is point which I was trying to say earlier. പക്ഷെ അങ്ങനെ ഒരു നോൺ കസ്റ്റമറിലേക്ക് പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ പ്രൊഡക്റ്റിനെ നമുക്ക് മാറ്റേണ്ടി വരും. ചിലപ്പോൾ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യേണ്ടി വരും, ചില ഫീച്ചേഴ്സ് കൂട്ടേണ്ടി വരും, ചില ഫീച്ചേഴ്സ് റിമൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ റീസ്ട്രക്ചർ ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഒരു ഉദാഹരണം കൂടി അതിനുവേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തിലേക്ക് പോവാം. ഖാദി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഖാദി ക്ലോത്ത്, ഖാദി വിൽക്കാൻ വളരെ പാടാണെന്ന് നമുക്കറിയാം. കാരണം സബ്സിഡി ഉണ്ടെങ്കിൽ മാത്രമേ ഖാദി ആൾക്കാർ വാങ്ങുള്ളൂ. പക്ഷെ ഒരു കമ്പനി തീരുമാനിച്ചു ഞങ്ങൾ സബ്സിഡി ഉണ്ടാവില്ല, മാത്രമല്ല ഇന്നത്തെ ഖാദിയുടെ വിലയുടെ 3 ഇരട്ടി വിലയ്ക്കാക്കി വിൽക്കുക. സോ ദേ ആക്ച്വലി റിമൂവ്ഡ് സബ്സിഡി, ഇൻക്രീസ് ദ പ്രൈസ് 3 times.
പക്ഷെ എന്താണോ ഇന്ന് ഖാദിയിൽ ഇല്ലാത്തത് അത് അവർ കൊണ്ടുവന്നു. എന്താണ്? ഫാഷൻ കൊണ്ടുവന്നു. രണ്ട്, ഖാദി ഇന്ന് വിൽക്കുന്ന സ്റ്റോറുകളെ കണ്ടു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് പ്രോപ്പർ സെയിൽസ് ഔട്ട്ലെറ്റ്സ്, റൈറ്റ്? വളരെ ഒരു 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 ആംബിയൻസ് ഉള്ളതല്ല. സോ ദേ ബ്രോട്ട് വെരി നൈസ് ആംബിയൻസ് ടു ദെയർ സ്റ്റോർസ്. ഇങ്ങനെ 4 കാര്യങ്ങൾ ചെയ്തു. സബ്സിഡി കുറച്ചു, പ്രൈസ് കൂട്ടി, ആംബിയൻസ് കൂട്ടി, ഫാഷൻ കൊണ്ടുവന്നു. അതിന്റെ പേരാണ് ഫാബ് ഇന്ത്യ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്ര സക്സസ്ഫുൾ ആണ് ഫാബ് ഇന്ത്യ എന്നുള്ളത്. നമ്മുടെ മുമ്പിൽ ഖാദി ബോർഡും മറ്റവരും ഖാദി വിൽക്കാൻ വളരെയധികം കഷ്ടപ്പെടുമ്പോഴാണ് അതിന് അടുത്തുള്ള ഫാബ് ഇന്ത്യയിൽ പോയി നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് അതിന്റെ ഒരു 3, 4, 5 ഇരട്ടി വിലയ്ക്ക് ഇതേ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ആണ് നോൺ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് നമ്മളിപ്പോൾ കൊണ്ടുവരേണ്ടത്. കാര്യം ഇന്ന് നമ്മുടെ മുമ്പിൽ ടെക്നോളജി ഉണ്ട്, നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് അത് ഉപയോഗിക്കാൻ ഉള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് നമുക്ക് വേണ്ടത്. സോ അതിനു വേണ്ടിയിട്ട് all these things are possible. You can use new channels of communication. Digital means is a very good example. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെറുതെ ഒരു മെസ്സേജ് കൊടുക്കുക അല്ല വേണ്ടത്. The cake is never sold by an icing. കേക്ക് നല്ലതല്ലാതെ ഐസിങ് കൊണ്ട് മാത്രം ഒരിക്കലും കേക്ക് വിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എങ്ങനെ ആ കേക്കിന്റെ സ്ട്രെങ്തിന് ഉള്ള ഐസിങ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ടൈം ഫോർ എൻഗേജ്മെന്റ്. നമുക്കിപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്താനുള്ള സമയമുണ്ട് നമുക്ക്. കാരണം നമുക്ക് ഇന്ന് നമ്മുടെ ഒരു സ്ലോ ഡൗൺ വന്നപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് റിഫ്ലക്ട് ചെയ്യാനുള്ള സമയമുണ്ട്. പുതിയ മാർക്കറ്റിംഗ് മെത്തഡോളജീസ് ഉണ്ട്. ഗറില്ല മാർക്കറ്റിംഗ് പോലെയുള്ള മെത്തഡോളജീസ് ഉണ്ട്. ആ ഗറില്ല മാർക്കറ്റിംഗ് മെത്തഡോളജീസ്, ഡിജിറ്റൽ മീൻസ് ഫോക്കസ് സെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ കഴിയും. ഇതെല്ലാം നമുക്ക് ഉദാഹരണങ്ങൾ പറയാം. സമയപരിമിതി കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിനെല്ലാത്തിനും നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. എങ്ങനെയാണ് നമുക്ക് വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. പിന്നെ ഇന്ന് ഒരുപാട് റിസോഴ്സുകൾ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഡെവലപ്മെന്റിന് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് റിസോഴ്സുകൾ, അതായത് കൺസെപ്റ്റ് ഇസ് മൂവ് ഫ്രം എനിക്ക് എന്റെ എംപ്ലോയീസ് മാത്രമേ എനിക്ക് ചെയ്യുള്ളൂ എന്നതിൽ മാറിയിട്ട് ഫ്രീലാൻസുകളും അങ്ങനെയുള്ളവരും വർക്ക് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഗിഗ് എക്കോണമിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ തന്നെ ആള് വെക്കേണ്ട കാര്യവുമില്ല. അപ്പൊ അവിടെയാണ് ഒരു ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്. അതോടൊപ്പം തന്നെ എംപ്ലോയീസിനെ റീട്രെയിൻ ചെയ്യേണ്ട ഒരു സമയമാണ്. കാരണം നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ എംപ്ലോയീസ് റീട്രെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. നാലാമത്തത് ഇന്നോവേറ്റ് ആൻഡ് കൊളാബറേറ്റ് ആണ്. ഇന്നോവേഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുറെ പെർസെപ്ഷൻസ് ഉണ്ട്. അതിനെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഉത്തരങ്ങൾ കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രൊഡക്റ്റിന് വില കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. സോ കോസ്റ്റ്, റെസ്പോൺസീവ്നെസ് ആൻഡ് വെറൈറ്റീസ് ഇതെല്ലാം കോൺട്രഡിക്ടറി ആണ്. പക്ഷേ പെയിന്റ് ഇൻഡസ്ട്രി ഒന്ന് ആലോചിച്ച് നോക്കൂ. 10 കൊല്ലം മുമ്പ് ഒരു പെയിന്റ് ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 5 പെയിന്റ് കിട്ടും. ഒരു 6ാമത്തെ ഷെയ്ഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പറയുന്നത് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വരും, അഡീഷണൽ കോസ്റ്റ് വേണം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പെയിന്റ് ഇൻഡസ്ട്രി പോയി കഴിഞ്ഞാലോ 10,000 കണക്കിന് ഷെയ്ഡുകൾ നമുക്ക് കിട്ടും. കോസ്റ്റ് കൂടുന്നില്ല, വളരെ പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്നു. അതെന്താണ് കാരണം? പെയിന്റ് ഇൻഡസ്ട്രി ക്വസ്റ്റ്യൻ ദ ബേസിക് ബിലീഫ് ദാറ്റ് പെയിന്റ് ഫാക്ടറിയിൽ മാത്രമേ ഉണ്ടാക്കാവൂ എന്ന ബിലീഫ് പെയിന്റ് ഇൻഡസ്ട്രി മാറ്റി. പെയിന്റ് ഇൻഡസ്ട്രി എന്ത് പറഞ്ഞു? 90% ഫാക്ടറിയിൽ ഉണ്ടാക്ക്, 10% പെയിന്റ് ഡിസ്പെൻസ് ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയാൽ മതി. ഈ ഒരൊറ്റ മാറ്റം കൊണ്ട് പെയിന്റ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് എത്രയോ വലുതായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദാറ്റ് ഈസ് ബേസിക്കലി വേർ ദ ഇന്നോവേഷൻ കംസ്. വി ക്വസ്റ്റ്യൻ ദിസ് കൺവെൻഷണൽ സോർട്ട് ഓഫ് ബിസിനസ് റൂൾസ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയ മേഖലയിലേക്കുള്ള കുറേയേറെ പടവുകൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതിന്റെ കോമൺ എക്സാമ്പിൾ ആണ് ജോയിന്റ് ഒപ്റ്റിമൈസേഷൻ, ജോയിന്റ് ഡെവലപ്മെന്റും എല്ലാം. ഇവിടെയാണ് ഒരു പരിധി വരെ നമുക്ക് പുതിയ സ്റ്റാർട്ടപ്പുകളെയും ടെക്നോളജി കമ്പനികളെയും നമുക്ക് കൊണ്ടുവരാൻ കഴിയും. നമുക്ക് ഒരു കമ്പനി പ്രൊഡക്റ്റ് വാങ്ങുക എന്ന് മാത്രമല്ല, ആ കമ്പനിയുടെ കൂടെ ചേർന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. കാരണം ഈ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യുവാൻ ഒരു പക്ഷേ നമ്മുടെ ഫോക്കസ് ഏരിയ ആയിരിക്കില്ല. അത് ആ ഏരിയ ചെയ്യുന്ന വേറൊരു കമ്പനിയുണ്ട്. ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് കേരളത്തിലെ വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ കമ്പനിയാണ് ഫ്രഷ് ടു ഹോം. എനിക്ക് തോന്നുന്നു ഏകദേശം $120 or $130 million ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വന്ന ഫ്രഷ് ടു ഹോം. അപ്പൊ ഫ്രഷ് ടു ഹോമില്
ഒരു ഫൗണ്ടർ എന്ന് പറയുന്ന ഒരു നല്ല ഫിഷ് എക്സ്പോർട്ടർ ആയിരുന്നു. അദ്ദേഹം ഒരു ടെക്നോളജിസ്റ്റുമായിട്ട് ജോയിൻ ചെയ്ത് വന്നപ്പോഴാണ് ഈ ഫ്രഷ് ടു ഹോം ഉണ്ടായത്. ആൻഡ് ഫ്രഷ് ടു ഹോം ആക്ച്വലി നൗ ഡെലിവേഴ്സ് അക്രോസ് ഇന്ത്യ. അപ്പൊ ഇങ്ങനെ ഒരു മാരേജ് നമ്മുടെ മുമ്പിൽ പോസിബിൾ ആണ്. സാങ്കേതിക വിദ്യയുടെ എക്സ്പേർട്സുകളും സാങ്കേതിക സ്റ്റാർട്ടപ്പുകളും കൺവെൻഷണൽ ഇൻഡസ്ട്രികളും തമ്മിലുള്ള ഒരു മാരേജ് റിയലി പോസിബിൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. So that's basically where our next things comes. So I think another 10 minutes I will speak about this. അവിടെ ഞാൻ സ്റ്റാർട്ടപ്പ് മിഷൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി വളരെ ബ്രീഫായിട്ട് പറയാം. അതിനുശേഷം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇവിടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നതിന് 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന്, വി ക്യാൻ അഡോപ്റ്റ്. ഈ പറഞ്ഞ കുറേയേറെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പുതിയ ബിസിനസ്സുകൾ തുടങ്ങുകയോ പുതിയ ഇൻഡസ്ട്രി, ന്യൂ ഇൻഡസ്ട്രിയൽ സ്പേസ് തുടങ്ങുകയോ ചെയ്യാം. അതിനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, അഡാപ്റ്റ് ചെയ്യാം. ഈ ന്യൂ വേൾഡ് സൊല്യൂഷൻസിനെ നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാം. മറ്റത് പുതിയ മേഖലയിലുള്ള ഇൻഡസ്ട്രികളിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കമ്പനികളിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെയുള്ള കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ബേസിക്കലി വാട്ട് വി കോൾ ആസ് ആൻ അസോസിയേറ്റ്. അപ്പൊ ഈ ഒരു 3 മോഡലുകളും നമ്മുടെ കൺവെൻഷണൽ ഇൻഡസ്ട്രീസിന് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. So let's start with the first one, adopt new technology business. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കുറേയേറെ യങ്സ്റ്റേഴ്സ് ഇതിനകത്ത് ഈ സെഷൻസിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൽ കുറേയേറെ പേര് നല്ല ഐഡിയകൾ ഉള്ളവരായിരിക്കും, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയകൾ ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ പെട്ടെന്ന് വളരെ വലുതാവാൻ കഴിയുന്ന ഐഡിയകളുള്ള കമ്പനികളെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡെഫിനിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനി 10 കൊല്ലത്തിനകത്ത് ഒരു ഇന്നോവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ 100 കോടി രൂപയിൽ താഴെയാണ് അതിന്റെ ടേൺ ഓവർ എങ്കിൽ അതിനെയാണ് സ്റ്റാർട്ടപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അത് വലിയ സക്സസ്ഫുൾ ആവും. ഫെയിലിയർ ആവാൻ ഉള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ സ്റ്റാർട്ടപ്പുകൾ പലപ്പോഴും വലിയ പ്രോബ്ലംസിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇന്നോവേറ്റീവ് ആയിരിക്കും, അതിന്റെ ഫെയിലിയർ പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഭയങ്കര റിട്ടേൺ കിട്ടുകയും ചെയ്യും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് വളർന്നു വന്നൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് നമ്മുടെ മാനുവൽ സ്കാവഞ്ചിങ്, അതായത് നമ്മുടെ മാൻഹോളിൽ ആൾക്കാരെ ഇറങ്ങി ക്ലീൻ ചെയ്യുകയും അതിൽ പലരും മരിച്ചു പോകുന്നതൊക്കെ നമ്മൾ പത്രത്തിലേക്ക് വായിക്കാറുണ്ട്. ഈ മാൻഹോളിൽ മനുഷ്യൻ ഇറങ്ങുന്നതിന് പകരം അവരൊരു മെഷീൻ കണ്ടുപിടിച്ചു. ആ മെഷീൻ ഈ മനുഷ്യനെ റീപ്ലേസ് ചെയ്യും. ഇതൊരു ചെറിയ പ്രോബ്ലം അല്ല, കാരണം ഇന്ത്യയിൽ 32 ലക്ഷം ആൾക്കാരാണ് ദിവസവും ഈ ഇതിലേക്ക് ചെയ്യുന്നത്. 32 ലക്ഷം ആൾക്കാരുടെ ജോലി എന്ന് ആലോചിച്ച് നോക്കും. 32 ലക്ഷം ആൾക്കാർ ഈ ഡേർട്ടി വർക്ക് ചെയ്യുമ്പോൾ 32 lakhs multiplied by 200 rupees per day into 300 days എടുക്കുകയാണെങ്കിൽ ഏകദേശം 16,000 കോടി രൂപയുടെ ബിസിനസ് ആണ് നമ്മൾ ഈ ഒരു ജസ്റ്റ് മാൻഹോൾ ക്ലീനിങ് എന്നുള്ള ബിസിനസ്സിൽ മാത്രം ഇന്ത്യയിലുള്ളത്. ആ മാർക്കറ്റിനെയാണ് അവർ അഡ്രസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒരു മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. പക്ഷെ അത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി 2 കൊല്ലം മുമ്പ് തുടങ്ങിയ കമ്പനിയാണ് ഇന്ന് ഒരു 200 കോടി രൂപ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയായി ഇൻവെസ്റ്റ്മെന്റ് വന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഫാസ്റ്റ് ഗ്രോത്ത് പോസിബിൾ ആയിട്ടുള്ള കമ്പനികളെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പുകൾ എന്ന് വിവക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകൾ കൂടുതലും ടെക്നോളജി ഡൊമൈനിലായിരിക്കും വർക്ക് ചെയ്യണം. കാര്യം അവിടെയാണ് സ്കെയിലബിലിറ്റി കൊണ്ടുവരാൻ കഴിയും. ബൈജൂസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. എത്ര പെട്ടെന്നാണ് ബൈജൂസ് വളർന്നത് എന്നത്. അതേപോലെ തന്നെ ഹിഷാം തുടങ്ങിയ മറ്റൊരു കമ്പനിയുണ്ട്, എൻട്രി എന്ന് പറഞ്ഞിട്ട്, PSC കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. അതിപ്പോ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ചെയ്യുന്ന വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പൊ ഇങ്ങനെ വലിയ ലാർജ് ആയിട്ടുള്ള മാർക്കറ്റിനെ അഡ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റാർട്ടപ്പുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് എല്ലാ മേഖലകളിലും പോസിബിൾ ആണ്. അതായത് വ്യാപാര മേഖലകളിൽ പോസിബിൾ ആണ്, വ്യവസായ മേഖലകളിൽ പോസിബിൾ ആണ്, പല മേഖലകളിലും പോസിബിൾ ആണ്. ഇപ്പൊ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നവർക്ക് ഇങ്ങനത്തെ ഒരു സ്കെയിലബിൾ മോഡൽ ഉള്ളവർക്ക് സഹായിക്കാനായിട്ട് കേരളത്തിൽ പല ഏജൻസികളുണ്ട്. ഒന്ന് സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്. അത് മാത്രമല്ല IT പാർക്കുകളും സഹായിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഇൻഡസ്ട്രീസിന്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട്, KFC ഉണ്ട്, കെൽട്രോൺ ഉണ്ട്. ഇവരുടെ സ്കീമുകളുണ്ട്. ഇത് കൂടാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ
സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന പേരിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്, അതായത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന പേരിൽ ഒരു ഏജൻസി ഉണ്ട്. ഇവർ സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ പുറത്തു നിന്ന് എക്സ്റ്റേണൽ ആയിട്ട് ബാങ്കുകളെക്കാളും കൂടുതൽ വെഞ്ചർ ഫണ്ടുകളും ഏഞ്ചൽ ഫണ്ടുകളും ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇപ്പൊ ലോകത്ത് തന്നെ ഏറ്റവും മൂന്നാമത്തെ ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇന്ത്യയിലാണുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിനുള്ള പ്ലേയേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ 3 ഏജൻസികളാണ് നമുക്ക് പറയാൻ പറ്റുക. സ്റ്റാർട്ടപ്പ് മിഷൻ, primarily for technology startup, KSIDC, which helps other industries also, and finance department കീഴിലുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കുന്നത് ഈ ഐഡിയയെ ഇൻക്യുബേറ്റ് ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഏർലി സ്റ്റേജിനുള്ള ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്, അതിനുശേഷം അത് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. കാരണം പലപ്പോഴും നമുക്കറിയാം, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ഡെപ്റ്റ് ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ട്, ഏർലി സ്റ്റേജ് സീഡ് ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ വെഞ്ചർ ഫണ്ടുകളുമായിട്ട് ജോയിൻ ചെയ്ത് വെഞ്ചർ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ട്, ബിസിനസ് സപ്പോർട്ട് ചെയ്യാനുള്ള സഹായങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്? ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് ആദ്യം വേണ്ടത് നിങ്ങളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. കമ്പനിയോ പാർട്ട്ണർഷിപ്പോ ആയിട്ടോ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ startupindia.gov.in എന്ന സൈറ്റിൽ പോയിട്ട് സ്റ്റാർട്ടപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കേരള സ്റ്റാർട്ടപ്പ് ആയിട്ട് അതിനെ റെക്കഗ്നൈസ് ചെയ്യും. ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്താണ്? സ്റ്റാർട്ടപ്പ് എന്നുള്ളതിന് 2-3 അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. ഒന്ന്, 6 ലേബർ ലോസും 3 എൻവറോൺമെന്റ് ലോസും നിങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈ ചെയ്താൽ മതി. അല്ലാതെ ദാറ്റ് ഇസ് എ ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ്. മാത്രമല്ല, മച്ച് മോർ ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് ഈസ് 10 കൊല്ലത്തിന്റെ സമയത്ത് 3 കൊല്ലം കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 കൊല്ലം നിങ്ങൾക്ക് ഇൻകം ടാക്സ് എക്സംഷൻ കിട്ടും. 3 years consecutively you don't have to pay income tax if you are registered as a startup with Startup India. അത് കൂടാതെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ ഏഞ്ചൽസിനും ഇൻകം ടാക്സ് എക്സംഷന്റെ പ്രൊവിഷൻസ് അവൈലബിൾ ആണ്. സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്യുന്നത് ഒരു ഐഡിയ മുതൽ ഒരു എന്റർപ്രൈസ് വരെ ഉള്ള സപ്പോർട്ട് കൊടുക്കുന്നുള്ളതാണ്. അപ്പൊ ഒരു യുണീക്ക് ആയിട്ട് ഒരു ഐഡിയയുമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് വരികയാണെങ്കിൽ അവരെ ഐഡിയ സ്റ്റേജ് മുതൽ ഈ പറഞ്ഞതുപോലെ സ്കെയിലബിൾ ഐഡിയ ആയിട്ട് വരികയാണെങ്കിൽ ഐഡിയ ഗ്രാന്റ് കൊടുക്കുന്നത് മുതൽ അതിനെ പ്രോട്ടോടൈപ്പ് ചെയ്യാനുള്ള സപ്പോർട്ട്, അതിനെ സ്കെയിലപ്പ് ചെയ്യാനുള്ള സപ്പോർട്ട് മുതൽ ഒരു എന്റർപ്രൈസ് ക്രിയേറ്റ് ചെയ്യാൻ വരെയുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു എൻഡ് ടു എൻഡ് സപ്പോർട്ട് ആയിട്ടാണ് കൊടുക്കാറുള്ളത്. അത് ഗ്രാന്റ് ആയിട്ട് കൊടുക്കാറുണ്ട്, ലോൺ ആയിട്ട് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ CSR ഫണ്ടുകൾ സോഴ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കൂടാതെ തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലും പാലക്കാടും കാസർഗോഡും കണ്ണൂരും ഈ 5 സ്ഥലങ്ങളിലും 6 സ്ഥലങ്ങളിലും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ലോ കോസ്റ്റിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആണ്. എറണാകുളത്താണ് ഏറ്റവും കൂടുതലുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പാലക്കാട് ചെറുതാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ റീസണബിളി വലിയ ഇൻഫ്രാസ്ട്രക്ചർ വളരെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റിൽ, ഇൻക്ലൂഡിംഗ് നെറ്റ് കണക്ഷൻ, പവർ ആൻഡ് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ആൻഡ് ഹാർഡ്വെയർ സപ്പോർട്ട് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കൂടാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടെക്നോളജിസ്റ്റ് എന്നുള്ള പേരിൽ റൂറൽ ആയിട്ടുള്ള സപ്പോർട്ടുകളും റൂറൽ ആയിട്ടുള്ളതും സ്റ്റാർട്ടപ്പ് മിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗ്രാന്റുകളും ലോണുകളും ഇക്വിറ്റി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിൽ പലപ്പോഴും വരുന്നത്. കാര്യം ബാങ്കുകൾ പലപ്പോഴും ഇതിൽ ലോൺ കൊടുക്കാറില്ല, കാര്യം അസറ്റ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെയുള്ള കേസിൽ ഇക്വിറ്റി സപ്പോർട്ടുകളും സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കാറുണ്ട്. ഗ്രാന്റുകൾ സാധാരണഗതിയിൽ മാക്സിമം 12 ലക്ഷം രൂപ വരെയാണ് ഗ്രാന്റ് കൊടുക്കുന്നത്. ഇത് കൂടുതൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. സീഡ് ലോൺസ് അതുപോലെ 15 ലക്ഷം രൂപ വരെയാണ് സീഡ് ലോൺസ് കൊടുക്കുന്നത്. പക്ഷെ ഇതിന്റെ നെക്സ്റ്റ് ലെവലിൽ ഇപ്പോ KFC കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് പറയാം. ഇതാണ് ഒരു പക്ഷേ അടുത്ത ലെവൽ വരുന്നത്. 25 ലക്ഷം രൂപ വരെ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഫണ്ട് KSIDC കൊടുക്കുന്നുണ്ട്. കൺവേർട്ടബിൾ ഡെപ്റ്റ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അത് കൂടാതെ വർക്കിംഗ് ക്യാപിറ്റൽ, ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത കമ്പനിക്ക് ഒരു ഓർഡർ ഉണ്ടെങ്കിൽ 10 കോടി രൂപ വരെ 9.6%, അതിൽ 2% ഫർദർ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതായത് 7.6%-ൽ 10 കോടി രൂപ വരെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എഗൻസ്റ്റ് POയും ഇന്ന് KFC കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഒരു വെഞ്ചർ ഡെപ്റ്റ് എന്നുള്ള രീതിയിൽ, അതായത് വെഞ്ചർ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഒരു വെഞ്ചറിന് കിട്ടി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സമാന ഗ്രൂപ്പ് ഇസ് എ
സർട്ടിഫൈഡ് വെഞ്ചർ AIF ഇൻ കേരള. സമാന ഗ്രൂപ്പ് ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റാർട്ടപ്പിന് 5 കോടി രൂപ വരെ കൊളാട്രൽ ഇല്ലാതെ KFCയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിട്ടും. ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഡെപ്റ്റ് ആയിട്ട് കിട്ടും. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് എ വെഞ്ചർ ഡെപ്റ്റ്. അതുപോലെ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, സോഷ്യൽ ആയിട്ടുള്ള യുഎന്റെ സോഷ്യൽ ഡെവലപ്മെന്റ് ഗോൾസിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്ക് 1 കോടി രൂപ വരെ എഗെയിൻ വായ്പയായിട്ട് കൊടുക്കാനുള്ള ഇതും KFCയുടെ ആണ്. ഈ 3 സ്കീമുകളും സ്റ്റാർട്ടപ്പ് മിഷൻ KFCയും കൂടെ ജോയിന്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ സ്റ്റാർട്ടപ്പ് മിഷന്റെ പുറത്ത് KFC ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന ഉദ്യോഗ സംരംഭകത്വത്തിന്റെ വേണ്ടിയിട്ടുള്ള ഒരു ലോണാണ് ഇപ്പോൾ 50 ലക്ഷം രൂപ വരെ കിട്ടുന്ന CMEDP എന്ന് പറയുന്ന KFCയുടെ പ്രോഗ്രാം. അതിൽ ആദ്യത്തെ ബാച്ചിനെ എടുത്തിട്ടുണ്ട്, അടുത്ത ബാച്ച് അടുത്ത് തന്നെ ഒരു വിളിക്കുന്നു. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, നമുക്ക് ഇങ്ങനെയുള്ള ഐഡിയകൾ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ ആ എക്കോസിസ്റ്റം റെഡി ആയിട്ട് ഉണ്ടെന്നുള്ളതാണ്. ഇത് കൂടാതെ ഏഞ്ചൽ ഫണ്ടുകൾ വഴിയും സ്റ്റാർട്ടപ്പ് മിഷൻ ഇൻവെസ്റ്റ്മെന്റുകൾ സോഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം 10-12ഓളം കമ്പനികളിൽ ഇങ്ങനെ പലരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സബ്സിഡീസ് കൊടുക്കാറുണ്ട്, റെന്റൽ സബ്സിഡി കൊടുക്കുന്നുണ്ട്, ഹാർഡ്വെയർ സബ്സിഡി കൊടുക്കുന്നുണ്ട്, സോഫ്റ്റ്വെയർ സബ്സിഡി കൊടുക്കാറുണ്ട്. എന്റെ ഡീറ്റെയിൽസ് ഞാൻ വായിക്കുന്നില്ല, ഐ ക്യാൻ ഷെയർ ദിസ്. പേറ്റന്റ് ഉള്ളത് കാര്യം, പലപ്പോഴും ഇത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ പേറ്റന്റുകളുടെ സപ്പോർട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ പേറ്റന്റ് സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. നേരത്തെ ഇന്റർനാഷണൽ ട്രാവലുകൾ വളരെ റിലവന്റ് ആയിരുന്നു. അന്ന് ഇന്റർനാഷണൽ ട്രാവലിന്റെ 50% സ്റ്റാർട്ടപ്പ് മിഷൻ എടുക്കാറുണ്ട്. വിമൻ എന്റർപ്രണേഴ്സിനാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ടെക്നോളജി സപ്പോർട്ടും സീഡ് സപ്പോർട്ടും അഡീഷണൽ ആയിട്ട് കൊടുക്കാറുണ്ട്. ഇത് കൂടാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമും വിമൻ എന്റർപ്രണേഴ്സിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് മറ്റൊരു കാര്യമുള്ളത്, ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിന് 20 ലക്ഷം രൂപ വരെ ഡയറക്റ്റ് ആയിട്ട് ടെൻഡർ ഇല്ലാതെ പർച്ചേസ് ചെയ്യാമെന്നും 1 കോടി രൂപ വരെ സ്റ്റാർട്ടപ്പുകളിൽ മാത്രം ടെൻഡർ ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു നോംസും നമുക്ക് കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടാതെ സാധാരണഗതിയിൽ ഗവൺമെന്റ് ടെൻഡറിൽ വേണ്ട EMD, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, പ്രീവിയസ് എക്സ്പീരിയൻസ്, ഇവയെല്ലാം വേവ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ പ്രീവിയസ് എക്സ്പീരിയൻസ് വേണ്ട, EMD വേണ്ട, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു സ്റ്റാർട്ടപ്പിന് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഇത് കൂടാതെ സ്റ്റാർട്ടപ്പായിട്ട് മാത്രമല്ല, നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവും, ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഒരു സർവീസ് കമ്പനി ആണെങ്കിൽ പോലും നമുക്ക് MSME ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. കാരണം ആത്മനിർഭറിന്റെ ഭാഗമായാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമിന്റെ ഭാഗമായാലും ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഉദ്യോഗാധാറാണ്. ഉദ്യോഗാധാർ എന്ന് പറയുന്നത് MSME രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് കിട്ടുന്ന സാധനമാണ്. അങ്ങനെ കിട്ടുന്നതിന് ലോണില് ഡിസ്കൗണ്ട് ഉണ്ട്, ടാക്സ് റിബേറ്റുകളുണ്ട്, പലയിടത്തും മിനിമം ആപ്ലിക്കബിൾ ടാക്സ് മാത്രം കൊടുത്താൽ മതി. ഗവൺമെന്റ് ഓർഡേഴ്സ് പലതും MSMEക്ക് മാത്രമായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പുതിയ പല സ്കീമുകളും MSMEക്ക് വേണ്ടി മാത്രമായിട്ട് ഓപ്പൺ ചെയ്തിട്ടുമുണ്ട്. അപ്പം MSME ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ബിസിനസ് എന്റിറ്റീസ് ഈ സമയത്ത് MSME ആയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മാത്രമല്ല, ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൊളാറ്ററൽ ഇല്ലാതെ കൊടുക്കുന്ന ലോണുകൾക്കും ഡെപ്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ടെക്നോളജിയെ കുറിച്ച് പറഞ്ഞു. ഈ ടെക്നോളജി നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജി അപ്ഗ്രഡേഷൻ ആൻഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് MSME ഫണ്ട് നൽകുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ISO സർട്ടിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ ERP വേണം, അല്ലെങ്കിൽ ICT സ്കീം വേണം, നമുക്കൊരു ക്ലൗഡിലേക്ക് കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് MSME സ്കീമുകളിൽ അവൈലബിൾ ആണ്. അപ്പൊ MSME ആയിട്ടും കൂടി, MSMEയുടെ കേരളത്തില് തൃശ്ശൂരാണുള്ളത്, അതിന്റെ ഐഡിയ ആണ് ഞാൻ മേളിൽ പറഞ്ഞിട്ടുള്ളത്. അവരോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള സപ്പോർട്ടുകൾ അവർ ചെയ്തു തരുന്നതാണ്. ഇതോടൊപ്പം തന്നെ കൺവേർട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു 2 കോടി രൂപ വരെയുള്ള ഏർലി സ്റ്റേജ് അസിസ്റ്റൻസ് സിഡ്ബിയുടെ കയ്യിൽ നിന്നും അവൈലബിൾ ആണ്, വിച്ച് ഇസ് ടു ബി റീപെയ്ഡ് ഇൻ അറൌണ്ട് 7 years ടൈം. ആൻഡ് അവസാനമായിട്ട് മറ്റൊരു സ്കീം ഉള്ളത്, ഒരു സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ STPIയുടെ ഒരു സ്കീമുണ്ട്. ഇത് പ്രത്യേകിച്ച് നമ്മളൊരു ബിസിനസ് നടത്തുന്നു, നമുക്ക് നമ്മുടെ കുറെ ബാക്ക് എൻഡ് ഓഫീസുകൾ, ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് ഒരു IT അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കീം വളരെ ഉപകാരപ്രദമാണ്. ഇത് ഓരോ സ്റ്റേറ്റിനും സീറ്റുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തില് 2800 സീറ്റുകൾ എങ്ങാണ്ട് അലോട്ട് ചെയ്തതിൽ 400 സീറ്റുകൾ മാത്രമേ ആൾക്കാർ എടുത്തിട്ടുള്ളൂ. ഓരോ സീറ്റിനും 1 ലക്ഷം രൂപ വെച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തരുന്ന സ്കീമാണ് ഇതുള്ളത്.
അപ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് നോക്കാവുന്ന ഒരു കാര്യമാണ്. സോ ഇനി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. ഞാൻ ഈ പറഞ്ഞത് സ്വന്തമായിട്ട് തുടങ്ങുകയോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നോ അല്ലെങ്കിൽ പുതിയ മേഖലയിലുള്ള ഒരു അവസരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങുകയോ ചെയ്യുന്നതാണ്. പക്ഷേ ഒരു എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു ബിസിനസ്സിന് ഒരു പക്ഷേ അതായിരിക്കില്ല കറക്റ്റ് മോഡല്. മറിച്ച് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് സൊല്യൂഷനെ എങ്ങനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് നോക്കേണ്ടത്. ഇതാണ് സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന ബിസിനസ് ഫോർ സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ടപ്പുകളെയും വ്യാപാര സമൂഹത്തിനെയും അല്ലെങ്കിൽ വ്യവസായ സമൂഹത്തിനെയും കൂടെ ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ജൂണിൽ നടത്തിയതിനകത്ത് 20 ഇൻഡസ്ട്രി അസോസിയേഷൻസ് അവരുടെ പ്രോബ്ലംസ് സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുത്തു, അവരുടെ സൊല്യൂഷൻസ് കിട്ടി. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ഒരു പ്രോബ്ലം ആണെന്ന് നോക്കിയാൽ നമുക്കൊരു ഫാസ്റ്റർ എക്സ്പാൻഷൻ വേണം, നമുക്കൊരു ഡിജിറ്റൽ അവതാർ വേണം, അല്ലെങ്കിൽ ഒരു ലോ കോസ്റ്റ് ആയിട്ടുള്ള ERP വേണം, AI സൊല്യൂഷൻസ് വേണം. അപ്പൊ എന്താണോ നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻസ് സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് ലോ കോസ്റ്റ് ആയിട്ട് മേടിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാര്യം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ ഒരു ഡിജിറ്റൽ എൻറ്റിറ്റി നമ്മുടെ കൂടെ ഉള്ളത് എപ്പോഴും വളരെ നല്ലതായിരിക്കും. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇത് എല്ലാ 2 മാസത്തിലും നടക്കുന്ന ഒരു കാര്യമാണ്. ഓരോ മാസവും ഓരോ 2 മാസത്തിലും ഓരോ ടീം വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്നത്. അതിന് മാറിയിട്ട് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് സ്പെസിഫിക് ആയിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടപ്പുകളെ കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. സോ ദാറ്റ്സ് വാട്ട് വി കോൾ ആസ് അഡാപ്റ്റ്. ദി ലാസ്റ്റ് വൺ ഈസ് യു അസിസ്റ്റ് സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രോത്തിന്റെ പാർട്ട് ആവുക എന്നത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും കൂടി സ്റ്റാർട്ടപ്പിനെ കാണാം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കോവിഡ് പോലെ ഒരു മഹാമാരി വരുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് ഒരു എഫക്ട് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ജനറലി ഒരു എക്കണോമിക് മാന്ദ്യം ഉണ്ടാവും. നമുക്ക് റിട്ടേൺ കിട്ടുന്ന പല അവന്യൂസും റിട്ടേൺ കിട്ടാതാവുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് സ്റ്റാർട്ടപ്പുകൾ നല്ലൊരു സ്റ്റാർട്ടപ്പുകൾക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ കേരളത്തിലുള്ള എഡ്യൂടെക്കിലുള്ള പല സ്റ്റാർട്ടപ്പുകളും ഈ ഒരു സമയത്ത് വളരെയധികം ഗ്രോത്ത് ഉണ്ടായി. കഴിഞ്ഞ 4 മാസം മാത്രം ഏകദേശം 400 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൽ കുറവാണ് വരുന്നത്, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇതിനേക്കാളൊക്കെ എത്രയോ വരാറുണ്ട്. ബാംഗ്ലൂരൊക്കെ വളരെയധികം വരാറുണ്ട്. പക്ഷെ കേരളത്തിൽ പോലും 400 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ടപ്പുകളിലേക്ക് വന്നു. കാരണം ഈ പല സ്റ്റാർട്ടപ്പുകളുടെയും പ്രൊഡക്റ്റുകൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ സമയത്ത് ദുബായിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും പ്രൊഡക്റ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുണ്ട്. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റിംഗ് ഇൻ എ സ്റ്റാർട്ടപ്പ് ഓൾസോ ഈസ് ആൻ ഓപ്ഷൻ ഫോർ യു. So this is basically what I would like to speak about. So let me summarize by saying that COVID actually brings you a very, very important challenge. But COVID മാത്രമല്ല, കോവിഡ് ഇന്നുള്ള ചലഞ്ചുകളെ ഇന്നുണ്ടായിക്കൊണ്ടിരുന്ന പല ഡിസ്റപ്ഷനെയും വളരെ ഫാസ്റ്റ് ആയിട്ട് ഒന്ന് ആക്സിലറേറ്റഡ് ദോസ് ഡിസ്റപ്ഷൻസ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് 2 രീതിയിലുള്ള ചലഞ്ച് തരും. ഒന്ന് നമുക്ക് ഒരു സർവൈവൽ ചലഞ്ച് വരും, ഒരു ഗ്രോത്ത് ചലഞ്ച് വരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നമ്മുടെ ഓർഗനൈസേഷൻസിലേക്ക് നോക്കുക, അവിടെ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കുക. ഒന്ന് നമ്മുടെ കോസ്റ്റ് സ്ട്രക്ചറുകളാണ്. പക്ഷെ കോസ്റ്റ് സ്ട്രക്ചറിനോടൊപ്പം തന്നെ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള കാര്യം കൂടി നോക്കുക. ബിസിനസ് ഗ്രോ ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്, നമ്മൾ ഇതുവരെ കാണാത്ത കസ്റ്റമേഴ്സിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയുമോ, അതിന് നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റും സർവീസും മോഡിഫൈ ചെയ്യാൻ കഴിയും. പലപ്പോഴും പെർസെപ്ഷൻസ്, ഇഫ് യു ക്വസ്റ്റ്യൻ യു വിൽ ഗെറ്റ് ദാറ്റ് ആൻസർ ടു ദാറ്റ്. ദാറ്റ്സ് വൺ സൈഡ്. സെക്കൻഡ് സൈഡ് ഇസ് ദർ ഇസ് എ ടെക്നോളജിക്കൽ ചേഞ്ച് വിച്ച് ഇസ് ഹാപ്പനിങ്. ആ ടെക്നോളജിക്കൽ ചേഞ്ചിനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. ഇവിടെ ഒന്നുകിൽ നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാം, സ്റ്റാർട്ടപ്പായിട്ടോ തുടങ്ങാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് സ്റ്റാർട്ടപ്പുകളുമായിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. മൂന്നാമത്, സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. കാരണം അവർ ഗ്രോ ചെയ്യുമ്പോൾ അവരുടെ റിട്ടേൺ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കുറേയേറെ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ലേവിസ് പറഞ്ഞതുപോലെ നമുക്ക് ആർക്കും നമ്മൾ ഇന്ന് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല. വി കനോട്ട് ഗോ ആൻഡ് ചേഞ്ച് ദ ബിഗിനിങ്. അല്ലെങ്കിൽ നമുക്ക്
പോകാൻ കഴിയുമായിരുന്നെങ്കിൽ കഴിഞ്ഞ ഒക്ടോബറിൽ പോയി നമ്മൾ ചൈനയിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്തേനെ. ബട്ട് നൗ യു cannot go back. The only thing you can do is you can start where you are and change the ending. That's basically what we need to make sure, that the ending should be far, far better than where it has started. Thank you very much for a patient listening, and I'm sure if you have any questions, I'll be happy to take. Thank you very much. Sir, ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത്, നമുക്ക് ഇപ്പോൾ 25% ഇക്വിറ്റി കൺവേർട്ടബിൾ ഓപ്ഷൻസ് പറഞ്ഞു, കൂട്ടത്തിൽ അതുപോലെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും സപ്പോർട്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സപ്പോർട്ട് KSIDC, KFC, സിഡ്ബി അവരിൽ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഈ സ്റ്റാർട്ടപ്പുകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? KSIDCയുടെ KSIDCയുടെ ഇത് കൺവേർട്ടബിൾ ആണ്, അതായത് ഡെപ്റ്റ് ആയിട്ടാണ് തരുന്നത്, പക്ഷേ നിങ്ങൾ ഒരു കൊല്ലത്തിനകത്ത് അതിനെ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇൻഫാക്ട് ഇറ്റ് ബിക്കംസ് ഇൻവെസ്റ്റബിൾ തിങ്. സ്റ്റാർട്ടപ്പ് മിഷൻ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. പക്ഷെ സ്റ്റാർട്ടപ്പ് മിഷൻ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഉണ്ട്, 12 ലക്ഷം വരെ ഗ്രാൻഡ് ഉണ്ട്. അത് ലോൺ അല്ല, ഗ്രാൻഡ് ആണ്, അപ്പൊ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ പലപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഇതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ പൈസ ആവശ്യമുണ്ട്, ഈ എമൗണ്ട് പോരാ. അതുകൊണ്ട് നമ്മൾ ഗവൺമെന്റ് എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഇന്ത്യയിലുള്ള മേജർ AIFs-നെ, അതായത് ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയും, ഓക്കെ, സെബി അക്രഡിറ്റഡ് ആയിട്ടുള്ള AIFs-ല് നമ്മളെ ഒരു EOI വിളിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 AIFs-നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ AIFs-ല് ഗവൺമെന്റ് ഒരു എമൗണ്ട് ഇടും, അതായത് ഗവൺമെന്റ് അതിൽ മെമ്പർ ആവും. കേരള ഗവൺമെന്റ് 10 കോടി ഒരു AIF-ൽ ഇട്ട് കഴിഞ്ഞാൽ അവര് നെസസറിലി 20 കോടി കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ലോൺ അല്ല, ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഒരു മോഡൽ വെച്ച് നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1000 കോടിയുടെ കോർപ്പസ് അവൈലബിൾ ആണ് തിയററ്റിക്കലി. അതായത് 1000 കോടിയുടെ ഫണ്ട് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ നെസസറി ആയിട്ട് അവര് 100 കോടി ഇവിടെ തന്നെ ഇടേണ്ട ആവശ്യമുണ്ട്. 1000 കോടി ആക്സസബിൾ ആണ്, 100 കോടി ഇടേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇവരെല്ലാവരും നോക്കുന്നത് ഗ്രോത്ത് ഉള്ള സ്കെയിലബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളായിരിക്കും. കാര്യം ഈ കമ്പനികൾ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ് ഇവര് നോക്കുന്നത് ഗ്രോത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യും. ഇടക്ക് സംസാരിക്കുന്നുണ്ട്, മൈക്കോൺ ഓഫ് ചെയ്യാം. ഹലോ സർ, സംസാരിച്ചോളൂ സർ. അല്ല, ഞാൻ പറഞ്ഞത് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഞാനൊരു കമ്പനിയിൽ ഇടുന്നു, കമ്പനിയുടെ 30% അല്ലെങ്കിൽ 50% ഷെയർ എടുക്കുന്നു, കമ്പനിയുടെ ഗ്രോത്തിന്റെ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ ഞാൻ എടുക്കുന്നു. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ് അല്ല. ഏഞ്ചൽ ഫണ്ടുകൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ നിങ്ങളിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഞാൻ എടുക്കുന്നത് ചിലപ്പോൾ 7% 10% ആയിരിക്കും. ഇന്ന് നിങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത് 5 കോടിയാണ്. പക്ഷെ ഒരു 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ടോ നിങ്ങളുടെ വാല്യൂ 50 കോടിയാവും. അപ്പൊ ഞാൻ എന്റെ ഷെയർ അങ്ങ് വിൽക്കും, അപ്പൊ എനിക്ക് റിട്ടേൺ കിട്ടും. ഇതിനെയാണ് നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ മോഡൽ പറയുന്നത്. അതായത് ദേ ആർ ബേസിക്കലി പീപ്പിൾ ഹു ആർ ലുക്കിംഗ് അറ്റ് എ ഗ്രോത്ത് പാറ്റേൺ. അവർ നോക്കുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ പ്രൊഡക്റ്റിന് വലിയൊരു സ്കെയിലബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് സ്കെയിലബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നേരത്തെ എൻട്രിയുടെ എക്സാമ്പിൾ പറഞ്ഞു. എൻട്രി എന്ന് പറയുന്നത് PSCയുടെ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ്. PSCയിൽ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം വളരെ ലാർജ് ആണ്. അപ്പൊ അവർക്ക് നാച്ചുറലി അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ വളരെ ഹൈ ആണ്. അപ്പൊ ആദ്യത്തെ ആൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് അവർക്ക് ഏതാണ്ട് 2 ലക്ഷം ഡൗൺലോഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അവർക്ക് 30 ലക്ഷം ഡൗൺലോഡായി, 30 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി. 1.5 കൊല്ലം കൊണ്ട് 2 ലക്ഷത്തിൽ നിന്നോ 5 ലക്ഷത്തിൽ നിന്നോ 30 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു വലിയ ഗ്രോത്ത് ഉണ്ടായി. അപ്പൊ ഇങ്ങനത്തെ ഗ്രോത്തിലാണ് ഈ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ, നമ്മുടെ പ്രൊഡക്റ്റ് അങ്ങനെ സ്കെയിലബിൾ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിലേക്ക് പോവാം. അല്ല, സ്കെയിലബിൾ അല്ല, നമുക്കൊരു റീസണബിൾ പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സിലേക്ക് പോവാം. അത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർ സാധാരണ 30% അല്ലെങ്കിൽ 40% 50% ഈവൻ 50% മേളിലോ ഒക്കെ സ്റ്റേക്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇൻവെസ്റ്റർ ബേസിലാണ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ചെറിയ കേസിൽ, വളരെ ചെറിയ കേസിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് വളരെ സോഷ്യലി റിലവന്റ് ആണെങ്കിൽ CSR ഫണ്ടുകളും കിട്ടാൻ സാധ്യതയുണ്ട്. അതും ഗ്രാൻഡ് ആയിട്ടാണ് കിട്ടുന്നത്. അതിലും ഇൻട്രസ്റ്റ് ഒന്നുമില്ല.
സർ പിന്നെ നമ്മള് അസോസിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞല്ലോ സ്റ്റാർട്ടപ്പുകളായിട്ട്. അപ്പൊ അതിന്റെ ആ ഗ്രോത്ത് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കാൻ കഴിയുന്നത്? അതിന്റെ സ്കെയിൽ എങ്ങനെയാണ്, എന്താണ്, ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, രണ്ടു മൂന്ന് രീതിയിലുണ്ട്. ഒന്ന്, നമ്മൾ എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഒന്ന്, ഈ ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ ആയിട്ടാണോ അസോസിയേറ്റ് ചെയ്യുന്നത് എന്ന കാര്യമാണ് ആദ്യം വേണ്ടത്. അതാ വെറുതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമായിട്ടാണോ അസോസിയേറ്റ് ചെയ്യുന്നത്? ഈ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ ആയിട്ട് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കണക്ഷൻസോ കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ബിസിനസ് കണക്ഷൻസ് ഉപയോഗിച്ച് സ്റ്റാർട്ടപ്പിനെ ഗ്രോ ചെയ്യിക്കാൻ കഴിയുന്ന രീതിയിലാണെങ്കിൽ ദാറ്റ് വിൽ ബി എ വെരി വെരി ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് അസറ്റ്. അപ്പൊ ഇതിനു വേണ്ടിയുള്ള ഡ്യൂ ഡിലിജൻസ് നമ്മൾ ചെയ്യും. വി വിൽ ഹെൽപ് ടു ഡു ദ ഡ്യൂ ഡിലിജൻസ്. അവരുടെ ഇതെല്ലാം പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുള്ള കമ്പനികളാണ്. അപ്പൊ ആ ഡ്യൂ ഡിലിജൻസ് തരികയും ചെയ്യും. പിന്നെ നിങ്ങൾ ഒരു ബോർഡ്, യു ബേസിക്കലി ഗെറ്റ് എ ബോർഡ് മെമ്പർഷിപ്പ് ഓൾസോ നാച്ചുറലി. അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് ബോർഡ് മെമ്പർഷിപ്പ് കിട്ടുകയും ചെയ്യും. ഇത് അപ്പൊ നമ്മൾ സാധാരണ 3 ലെവലിലാണ് അസോസിയേറ്റ് മോഡൽസ് പറയുന്നത്. ഒന്ന്, ഡയറക്റ്റ് ആയിട്ട് ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അവിടെ അപ്പൊ സമയമുണ്ട്, നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്, എനിക്ക് സമയമില്ല, എന്റെ കയ്യിൽ ഫണ്ട് ഉണ്ട് പക്ഷെ സമയമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഏഞ്ചൽ ഫണ്ട് വഴി പോവാം. ഏഞ്ചൽ ഫണ്ടുകളുണ്ട്. ഏഞ്ചൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി മാനേജ് ഫണ്ട്സ് ആണ്. ആ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഫണ്ട് ഇന്റേൺ വിൽ ഇൻവെസ്റ്റ് ഇൻ സ്റ്റാർട്ടപ്സ്. പോർട്ട്ഫോളിയോ ആയിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നാച്ചുറലി റിസ്ക് കുറവായിരിക്കും. ഇനി അതല്ലെങ്കിൽ ഏഞ്ചൽ ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ കോഴിക്കോട് സ്മാർട്ട് സ്പാർക്സ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. റോഷൻ വിനയ് കൈനഡി ഡ്രൈവ് ചെയ്യുന്ന സ്മാർട്ട് സ്പാർക്സ് എന്ന ഗ്രൂപ്പ് ഉണ്ട്. മലബാർ ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ഒരു ഗ്രൂപ്പ് ഉണ്ട്. കേരള ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ക്രിയേറ്റീവ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ട് വ്യവസായികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. തിരുവനന്തപുരത്ത് കോങ്കുളോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സമാന മനസ്കരായ 10 പേര് ചേരുന്നു. ഒരുപോലെയുള്ള ആൾക്കാർ, ഗ്രൂപ്പായിട്ട് ആൾക്കാർ ചേരുന്നു. എന്നിട്ട് അവര് ഒരു സ്റ്റാർട്ടപ്പിനെ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഈ സ്റ്റാർട്ടപ്പിൽ നമുക്ക് 50 ലക്ഷമാണ് ഇടുന്നെങ്കിൽ ഓരോരുത്തരും 5 ലക്ഷത്തിന്റെ ചെക്ക് വെച്ച് എഴുതും. പക്ഷെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് കാരണം എന്ന് കഴിഞ്ഞാൽ നമ്മൾ കളക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാലോ, നമുക്ക് സെബിയുടെ അക്രഡിറ്റേഷൻ വേണം, അതിനൊരു വലിയൊരു ഓവർ ഹെഡ് ഉണ്ട്, കോസ്റ്റ് ഉണ്ട്, ഒരു വലിയൊരു മാനേജ്മെന്റ് കോസ്റ്റ് ഉണ്ട്. അപ്പൊ ആ മാനേജ്മെന്റ് കോസ്റ്റ് അവോയ്ഡ് ചെയ്യാനും അതേസമയം നമുക്ക് റിസ്ക് കുറയ്ക്കാനും വേണ്ടിയാണ് ഈ ഏഞ്ചൽ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞ മേഖലയിൽ വരുന്നത്. ഇപ്പൊ കേരളത്തിൽ ഏഞ്ചൽ ഗ്രൂപ്പുകൾ 5-6 ഉള്ളൂ. നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ പത്തനംതിട്ടയിൽ ഒരെണ്ണം തുടങ്ങുന്നുണ്ട്, ആലപ്പുഴ, വയനാട് ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ഏഞ്ചൽ ഗ്രൂപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ഏഞ്ചൽ ഫണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഏഞ്ചൽ ബോഡിയുടെ ലീഗൽ ബോഡി എന്തായിരിക്കും? ലീഗൽ ബോഡി ഇല്ല. സാധാരണ അവർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു ചെറിയൊരു ട്രസ്റ്റോ മറ്റോ ഉണ്ടാക്കും. ആ ട്രസ്റ്റ് വെറുതെ ഈ ഓപ്പറേഷൻസിന് വേണ്ടി മാത്രമായിരിക്കും. ഫണ്ട് ഡയറക്റ്റ് ആയിട്ടാണ് പോണത്. നിങ്ങളുടെ ഫണ്ട് ഡയറക്റ്റ് ആയിട്ട് സ്റ്റാർട്ടപ്പിനാ പോണത്. മനസ്സിലായോ? ഞാനും സക്കീർജിയും മുസഹാജിയും കൂടി ഒരു ഏഞ്ചൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളൊരു സ്റ്റാർട്ടപ്പിനെ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിക്കാനുള്ള പ്രോസസ്സ് നമ്മുടെ ഒരു ട്രസ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടി ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ കൊടുക്കും, നമ്മൾ ഓപ്പറേഷൻ കോസ്റ്റ് ആയിട്ട് എടുക്കും. പക്ഷേ സ്റ്റാർട്ടപ്പിൽ നമ്മൾ ഫണ്ട് ഇടുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ചെക്ക് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് സെബിയുടെ ഇഷ്യൂസ് വരുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലിലേക്കാണ് വരുന്നത്. ഇതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്. ഒരുപക്ഷെ യുവർ അസോസിയേഷൻ ഷുഡ് ആക്ച്വലി ട്രൈ ടു ക്രിയേറ്റ് ആൻ ഏഞ്ചൽ ഗ്രൂപ്പ്. സമാന മനസ്സിലായിട്ടുള്ള ഒരു ഏഞ്ചൽ ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സ്റ്റാർട്ടപ്പില് ഇത് ക്യാപിറ്റൽ ആയിട്ടായിരിക്കും പോകുന്നത് അല്ലേ? അതെ, ക്യാപിറ്റൽ ആയിട്ടായിരിക്കും പോകുന്നത്. ഈ ക്യാപിറ്റൽ ആയിട്ടാണ് പോകുന്നത്. രണ്ട് ഡിസിഷൻസ് കോമൺ ആയിട്ട് എടുക്കുന്നത്. അതായത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷനും എക്സിറ്റ് ചെയ്യാനുള്ള ഡിസിഷനും കോമൺ ആയിട്ട് എടുക്കും. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും ചെക്ക് കൊടുക്കുക. അത് എനിക്ക് തോന്നുന്നു നമുക്ക് കുറേയേറെ സ്റ്റാർട്ടപ്പുകളുണ്ട് ഹൂ കനോട്ട് ടേക്ക്